എന്താടി പോയ കാര്യം സക്സസ് ആണോ? ഇന്റർവ്യൂ ഓക്കെ, ക്വസ്റ്റ്യൻസിനൊക്കെ പടപടാന്ന് ആൻസർ ചെയ്തു. അപ്പോ എയർ ഹോസ്റ്റസ് ആയി നിനക്ക് സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പായല്ലേ? സെലക്ഷൻ ബോർഡ് മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്ത ലക്ഷണ. നിന്റെ ഈ സ്മാർട്ട് ഡീലിംഗ്സിൽ ആരാടി വീഴാത്തത്? ഹാൻസം. ലൈനാണോ? ലൈൻ എന്ന് വെച്ചാ വെറുതെ ഒരു ചുറ്റിക്കളി. അത് ലവ്വറോ? ഭാവി വരൻ വുഡ് ബി? രണ്ടുമല്ല, എനിക്ക് വിശക്കുന്നു. നോക്കട്ടെ. ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള, സീനിയർ കോച്ച്, ബാസ്കറ്റ്ബോളിന്റെയാ? പുള്ളിക്കാരൻ ഓൾ റൗണ്ടറാ. ഹോക്കി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, എന്ത് വേണം? ഇയാളൊരു ഡോക്ടറാ? നന്ദകുമാർ? അതല്ല, എനിക്കറിയാം കക്ഷിയെ. ഞങ്ങൾ നാട്ടുകാർ വിളിക്കുന്നതേ വിക്കൻ ഡോക്ടർ എന്നാ. നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നേ? അനുപമയ്ക്ക് അറിയാലോ ആളെ. എനിക്കൊന്നും അറിയില്ല, എവിടുന്നോ പറന്ന് പറന്ന് വന്ന് എന്റെ കൈ കിട്ടിയതാ. പറന്ന് വരാനായിട്ട് ഇതെന്താ ഫ്ലൈറ്റാ? സത്യം പറടി, ഇത് നീ കെട്ടാമോണ ചെക്കനല്ലേ? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ ഒറ്റ ചിന്തയുള്ളൂ. 10-18 പൂർത്തിയാക്ക, ഏതെങ്കിലും ഒരുത്തിന് മാരി ചെയ്യാ, പിന്നെ പ്രസവിക്ക. ദേ, അതിനൊന്നും എന്നെ കിട്ടില്ല. നീയൊക്കെ 3-4 അമ്മയായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുമ്പോ ഞാനിങ്ങനെ പറക്കായിരിക്കും ആകാശത്തൂടി, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഫ്രം കൺട്രി ടു കൺട്രീസ്. എടി, ലൈഫ് ഈസ് ടു എൻജോയ്. അത് അടിച്ചു പൊളിക്കണം. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കണ്ടില്ലേ എന്റെ ലക്ഷ്യം നിറവേറുന്നത്? ഇനി ഒരു എയർ ഹോസ്റ്റസ് ആയിട്ടെ എനിക്ക് ഉറക്കം വരും. ഇവിടെ ആരുമില്ലേ? എപ്പ വന്നാലും ഇങ്ങനെ തന്നെ കാലിയായി കിടക്കുന്നതാണ്. ഈ വരവിനെങ്കിൽ ഈ മാവൊന്ന് കബൂലായി കിട്ടിയാ മതി. ഇതും കൊണ്ടേ ഞാൻ പോവും. കൊറേ കാലായാലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലത് നടക്കോ? ഞാൻ എന്റെ പിന്നാലെ എല്ലാം നടക്കണേ, മാവിന്റെ പിന്നാലെ എല്ലാം നടക്കണേ. അതെന്നെ പറയണേ. ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ 3ാമത്തെ തവണ മിറ്റടിക്കണ. ഉടനെങ്ങാനൊന്ന് വെട്ടിക്കൊണ്ട് പോവോ? നീ അടങ്ങ്, ഞാൻ വെട്ടിത്തരാ. വിലയിലൊന്ന് ഉറക്കട്ടെ. എന്താടി ഇവിടെ ഒരു പഞ്ചാര? നിനക്ക് കിഞ്ഞടിക്കാൻ ഈ കളവിനെ കിട്ടിയുള്ളൂ. പോടി. തന്നു വന്നിപ്പോ പെമ്പിളർക്ക് പ്രായവും നോട്ടല്ല, രൂപവും നോട്ടമില്ല. താനിങ് വന്നേ, എന്താ ഈ പരിപാടി? അല്ല മേന്നെ, നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ? നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞി. എടോ, തുട്ട് തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്ന കുടുംബവക്കീല് ലാലിനല്ലേ. അയാൾക്കാണെങ്കിൽ കേസുമില്ല, കാര്യസ്ഥ പണിക്ക് സമയമില്ല. എപ്പോഴും വെപ്രാളല്ലേ വെപ്രാളം. അല്ല അത് പോട്ടെ, മാവ് വാങ്ങി തന്ന കമ്മീഷൻ കിട്ടും. അച്ഛന്റെ മാവ് മുറിക്കാൻ മോന് കമ്മീഷനോ? മാവ് വേണമെങ്കിൽ മതി. ശരി, ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കബൂലാക്കി തന്നാ മതി. എന്നാ വാ. മാവിന്റെ കാര്യം അങ്ങോട്ട് വാണ് വിട്ടതുപോലെ പായുന്നേ. മുത്തശ്ശനെ കണ്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പൊ നമ്മളെ മാവ് ചത്തിട്ട് പോരെ? ഇപ്പൊ എനിക്ക് സമയമില്ല. ചാവാനോ? അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. വലട്ടമ്പാ. എന്നാ പോയപ്പോ കെട്ടിയോ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി? രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചതാ. എന്തിന്? ചുമ്മാ. എന്താണ് വക്കീലെ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. എടോ വക്കീലെ, എന്താണോ ഇത്? സാറിയർ അല്ല, കൊറിയർ. ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി, എവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടിലും മുട്ടലും. കേട്ടില്ലേ, നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്ന. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പ് ആവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്. പൊടി. മുത്തശ്ശ, ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്ങി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നുമല്ല. എയർ ഹോസ്റ്റസ്, എയർ ഹോസ്റ്റസ്, ആകാശത്തിൽ എന്ന് പറഞ്ഞ അറിയില്ലല്ലേ? വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനി ഇവക്ക് സപ്ലൈ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ? വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ടാ, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാൻ മേലാഞ്ഞിട്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ. വക്കീലെ, തെറ്റ് പറ്റിയത് എനിക്കാ.
എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. ആ. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി അതെ, അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തസ്സല്ലേ. താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാഞ്ഞിട്ട്. വക്കീലല്ലേ, മാറ്റി പറയും. ആ ബാല, അനന്ത, ഓ. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഓ. വക്കീലെ വഴിച്ചെലവ് എന്താ കൊടുത്തോളൂ. ഇത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കണക്ക് തരാൻ മറക്കരുത്. കള്ള കണക്കായിരിക്കരുത്. ഗുഡ് മോർണിംഗ്. മോളെ അനുപമ കൈ വിടും. പിടിയാലെ കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തിലാ അവള്. ആ മൂക്ക് തിരുമ്പി നിൽക്കാതെ അച്ഛനെ വിളിക്കേ. മോളെ, അവളെവിടെ? വന്നു, ദേഷ്യത്തിൽ കഥ കടച്ചു. എന്റെ മാറ്റി പോയി. ഒന്ന് മാറണോ കോന്ത. മോളെ അനുപമേ, വാതിലോർക്ക്. ഇന്നോളം മുത്തശ്ശനെ കാണാൻ തിരക്ക് കൂട്ടി വരുന്ന എന്റെ കൊച്ചുകുട്ടിയെ എനിക്കേ അറിയൂ. എന്തിനാ നീ മുഖം വീർപ്പിച്ചിരിക്കണത്? ഓ, കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ ഇത് നടപ്പില്ല. ഇത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. എനിക്ക് മനസ്സിലാവണില്ല ഒന്നും. മക്കൾക്ക് ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളത് ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. ഇവിടെ എന്ത് പറ്റി എല്ലാവർക്കും? നീ കൈവിട്ടു പോകുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല. നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് 4 വയസ്സാ. അന്നു മുതൽ ഇന്നോളം ഈ കൈത്തണ്ട കിടന്നാ നീ വളർന്നത്. എന്റെ മരണം വരെ എന്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ടാവണം. പിന്നെ എന്തിനാ മുത്തശ്ശൻ എന്നെ ഇത്രയും പഠിപ്പിച്ചത്? ഈ കുഗ്രാമത്തിൽ ജീവിക്കാനാ? ഈ അടുക്കള പുക കൊള്ളാനാ? വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ലേ? ഞാൻ സംസാരിക്കുന്നത് മുത്തശ്ശനോടാ. ഞാൻ പറഞ്ഞത് മുത്തശ്ശനോടാ. തർക്കം വേണ്ട, എന്റെ തീരുമാനങ്ങൾ പറയാം. ഈ തറവാട്ടിൽ ഇതുവരെ പ്രായമായ പെൺകുട്ടികളെ ജോലിക്കല്ല അയക്കാറ്, കല്യാണം കഴിപ്പിച്ച. ഡോക്ടറായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഭാഗ്യത്തിന് നിന്റെ 2 മുറച്ചക്കന്മാരും ഡോക്ടർമാരാ. മൃഗ ഡോക്ടർ മോഹനകൃഷ്ണൻ, ആയുർവേദ ഡോക്ടർ ഓമനക്കുട്ടൻ. മുത്തശ്ശ, എനിക്ക് ഒന്നും പറയണ്ട, പറഞ്ഞ അനുസരിച്ചാ മതി. അങ്ങനെ. ഓ, അകത്തെന്താ നടന്നത്? അകത്തെ ഞങ്ങൾ കാർന്നോമാര് തമ്മിൽ പലതും തീരുമാനിച്ചു. പറ. എന്തോന്ന് പറയാൻ? ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ മത്സരിച്ച് വിറ്റ് 2 പേരും കൂടി പുട്ടടിച്ചില്ലേ? പോരാത്തതിന് വാശിയോടെ 5-6 പെമ്പിള്ളേരെയും കുറെ തീരാക്കടോ സൃഷ്ടിച്ചില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. ആ പെങ്കുച്ച് കൈവിട്ട് പോയാ ആ നിമിഷം നിങ്ങൾ 2 വഴിയാധാരവും. അത് ഓർത്തിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടു. നിങ്ങളിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ. ഓ, ആ ലോട്ടറി അല്ല, ഈ കണ്ണത്താ ദൂരം കിടക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായ അനുപമയെ നിങ്ങൾ 2 പേരിൽ ഒരാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൻ മോഹനകൃഷ്ണൻ അവക്ക് നന്നായിട്ട് ചേരും. എന്റെ മോൻ എന്തൊരു കുറവ്. അറമ്പന. നിങ്ങൾ ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കാതെ നിങ്ങളുടെ ആമക്കളെ വിളിക്കേ. അങ്ങനെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ പഠിച്ച് ധാരാളം വലിയ പേഷ്യൻസ് ഉള്ള ഒരു ഡോക്ടറായി. മൃഗ ഡോക്ടറല്ലേ? അങ്ങനെ പറയരുത്. ഒരു MBBS ഡോക്ടറും വെറ്റിനറി ഡോക്ടറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞങ്ങൾ മൃഗങ്ങളെ ചികിത്സിക്കുന്നു. അപ്പോ മൃഗങ്ങളുമായിട്ടാണല്ലേ കൂടുതൽ സമ്പർക്കം? അതെ. കണ്ടാലറിയാം. എനിക്ക് കാര്യം പറ. അനുപമ കുറച്ചുകൂടി സോഫ്റ്റ് ആയാലേ ഞാൻ പറയൂ. ശരി, പറയണം. അത് മുത്തശ്ശൻ ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അതും കൂടി എനിക്ക് നിറവേറ്റണം. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണല്ലോ നമ്മൾ. ഓമനക്കുട്ടനുണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ കളിക്കാൻ. അവന് കളിക്കാൻ വല്ല അറിയോ? അനുപമയ്ക്ക് എന്റെ കൂടെ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഓർക്കാഞ്ഞിട്ടാ. ഇപ്പോൾ എന്റെ സ്വപ്നത്തിൽ മുഴുവൻ അനുപമയാണ്. നമ്മുടെ കല്യാണം, ഹണിമൂണിന് പ്രകൃതി രമണീയമായ ഒരു ബെസ്റ്റ് പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. ഭൂതത്താങ്കെട്ട്. നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരാളെ ഞവരക്കിടാണ്ടായിരുന്നു. ഞാൻ ലേറ്റായോ? ആ മോഹനകൃഷ്ണൻ അവളുടെ റൂമിൽ കയറി സൊല്ലാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. തൊള്ളാനോ? എന്നാ വേഗം കയറി ചെല്ലടാ മോനെ. ചെല്ലേ. അയ്യടാ, മോനെ ശൃംഗരിക്കാൻ വിട്ടിട്ട് കാവല് നിൽക്കുന്ന തന്തയും തള്ളി. നീ ആദ്യം പോടാ, മുട്ടാവാതില്ല. അവരെ ശല്യപ്പെടുത്തരുത്. അത് പറയാ ഇങ്ങേർക്ക് എന്താ അവകാശം? കെട്ടാൻ പോണത് എന്റെ മോന. നീ പോയി മുട്ടാ. എന്നാ വേണ്ട, ഞാൻ എന്താ ഇത്? ഒന്ന് മാറിയേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്തിനെ? എനിക്കൊന്ന് മിണ്ടണം. നീ ഇനി മുണ്ടണ്ട. ഞങ്ങളുടെ കാര്യം ഏകദേശം ഫിക്സ് ആയി. ഓ, ഫിക്സ് ചെയ്യാൻ നീ എന്താ ക്വിക്ക് ഫിക്സ് ആയിട്ടാണ് അകത്തേക്ക് പോയത്? എടാ, എനിക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ അവളുടെ I love you എന്ന് പറഞ്ഞിട്ടുള്ളതാ. അന്ന് 1 വയസ്സുണ്ടായിരുന്നു ഇവക്ക്. അതിന്റെ അർത്ഥം മനസ്സിലായില്ലടാ മണ്ട. മഴ മണ്ട, അതിന് നീ വിഷമിക്കണ്ട. ഇവനകത്തെ ഒന്നുകൂടെ പറഞ്ഞോളും I love you എന്ന്. കേറി ചെല്ലടാ.
ഉണ്ടെങ്കിൽ ആര് തൊട്ടാലും മൂക്കിടിക്കും. ഒരു പശുത്തൊഴുത്തിന്റെ മണം. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഈ എരുമച്ചാണവും മൂരി മൂത്രവും കൂടെ മിക്സ് ചെയ്ത് നാട്ടുമായിരിക്കും മൃഗ ഡോക്ടർമാർക്ക്. ഓമനക്കുട്ടൻ വന്നു കയറിയപ്പോ ഒരു കഷായത്തിന്റെ സ്മെല്ലാണല്ലോ വരുന്നത്. ഇത് ആയുർവേദ സോപ്പിട്ട് കുളിച്ചാ പൊയ്ക്കോളും. എങ്കി വേഗം കുളിക്കേ. അയ്യോ അതിനൊന്നും ഇപ്പൊ സമയമില്ല, ഒരുപാട് പേഷ്യൻസോട് വെയിറ്റ് ചെയ്യല്ലേ. എന്നാ വേഗം ചെല്ലാൻ നോക്ക്. പേഷ്യൻസിനേക്കാളും എനിക്ക് വലുത് എന്റെ കുറുന്തോട്ടിയാ. കുറുന്തോട്ടിയോ? അനുപമയെ ഞാൻ അങ്ങനെ വിളിക്കും. ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് കുറുന്തോട്ടി. എന്നെ വേണമെങ്കിൽ കറുക പുല്ലേന്നോ തഴുത ആമയെന്നോ ശതാവരി കിഴങ്ങേന്നോ വിളിച്ചോളൂ. എങ്കിൽ ഞാനേ കിഴങ്ങൻ എന്ന് വിളിക്കാം. വിളിച്ചോളൂ, അതിന്റെ കൂടെ കുറച്ച് മധുരം കൂടി ചേർത്ത് മധുരക്കിഴങ്ങാന്ന് വിളിച്ചൂടെ? ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാ. എന്റെ കുറുന്തോട്ടിയെ സ്വന്തമായി കിട്ടാനായി കല്യാണത്തിന്റെ അന്ന് തല മുണ്ടനം ചെയ്യാമെന്ന് വരെ നേർച്ച നേർന്നിട്ടുള്ളതാണ് ഞാൻ. എങ്കിൽ നല്ല ഭംഗിയായിരിക്കും. താങ്ക് യു. വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളാ. കല്യാണം കഴിഞ്ഞ് ഒരു നീണ്ട തീർത്ഥാടനം, പഴനിയിൽ ഒരു കാവടി തുള്ളൽ, ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹര, രാമേശത്ത് ഒരു ശയന പ്രദക്ഷിണം, കത്തി ജ്വലിക്കുന്ന തീക്കുണ്ടത്തിലൂടെ ഒരാഴിയാട്ടം. എല്ലാം നമ്മൾ ഒരുമിച്ച. ഇതാ എന്റെ കഠിന നേർച്ച. സന്തോഷായില്ല എന്റെ കുറുന്തോട്ടിക്ക്? ഹലോ ഹലോ, ഞാൻ ജൂലിയ, ബാംഗ്ലൂരിന്നാ. ആ ഞാൻ അനുവിന്റെ മുത്തശ്ശനാ. അനുപമ എവിടെ മുത്തശ്ശ? അനു അകത്തുണ്ട്, ഫോൺ കൊടുക്കാം. അനു. അനുപമയുടെ മാരേജ് ഫിക്സ് ചെയ്തോ? ആ ഞാൻ തീരുമാനിച്ചു. ആയുർവേദ ഡോക്ടർ വേണോ മൃഗ ഡോക്ടർ വേണോ എന്ന് അവള് തീരുമാനിക്കട്ടെ. അനു. എന്താ മുത്തശ്ശ? ബാംഗ്ലൂരിന്നാ. ഹലോ, ഹായ് ജൂലി, ഹൗ ആർ യു? ഹായ്, ഫൈൻ. എടി നീ പോയ പിന്നെ ഇവിടെ ഒരു സുഖമില്ല. ഇത്തിരി ജാടയായിരുന്നാലും നിന്റെ വാചകടി കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എന്തായിരുന്നു ആ ഡയലോഗ്? നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഫ്രം കൺട്രി ടു കൺട്രീസ്. ഇപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് കുഗ്രാമങ്ങളിലേക്ക്. യാത്ര ബസ്സിലോ കാളവണ്ടിയിലോ? ഏയ് സ്റ്റോപ്പ് നോൺസെൻസ്. ആരുടെ ഫോണാ? എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ. അയ്യോ, അവിടെ എല്ലാവരും കുട്ടിയുടെ തീരുമാനം അറിയാൻ കാത്തിരിക്കുക. എന്ത് തീരുമാനം? മുറച്ചെറുക്കന്മാരിൽ ആരെയാ കെട്ടാൻ പോണേന്ന്. ഞാൻ അവന്മാരെ ആരെയും കെട്ടാൻ പോകുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന ആളെ കെട്ടും. ഞാൻ ഈ കേട്ടത് സത്യമാണോ മോളെ? മൗനം സമ്മതമാണെന്നാണ് ചൊല്ല്. എങ്കി പറ, നീ ഇഷ്ടപ്പെടുന്ന ആരെയാ? ചോദിച്ചു കേട്ടില്ലേ? ഭയപ്പെടാതെ തുറന്നു പറയൂ പെൺകുട്ടി, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇവിടെയുള്ള ഇഷ്ടത്തിൽ ഒന്നും നടക്കുകയില്ല. മോഹന ഇഷ്ടം ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം മോഹനകൃഷ്ണന്റെ മനസ്സിലേ നടക്കും. എന്റെ മോനെ കെട്ടാൻ പോകുന്ന പൂരം നാട്ടിൽ മുഴുവൻ പാട്ടാ. പാട്ടും പാട് നടന്ന ചേട്ടനല്ലേ? എന്താണ് ബാലമേനം പാട്ട് പാടാനും തുടങ്ങിയോ? ഏതാണ് അപ്പൊ രാഗം? രാഗമല്ല, ഇതൊരു തരം രോഗമാ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോ വന്നാലേ നമ്മളെ കാര്യം നടക്കുള്ളൂ. ഞാനൊന്ന് തീരുമാനിച്ചു, 1000 രൂപ കേറ്റി തരാന്ന്. താടി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്ന ബ്രോക്കറെ? ബീഡി എത്തിക്കുന്ന കാര്യമല്ലാന്ന്, മാവ് വെട്ടുന്ന കാര്യ പറഞ്ഞേ. തനിക്ക് തരാൻ ഇവിടെ മാങ്ങയില്ല തേങ്ങയില്ല, പോടോ. അപ്പളേ നമ്മള് പിന്നെ വരാം. മോള് പറ, നമ്മുടെ തറവാടിനും അന്തസ്സിനും യോജിച്ച ആളാണെങ്കിൽ മുത്തശ്ശൻ വേണ്ടത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്തു, ഒന്നിനും എന്റെ സഹകരണം ഉണ്ടാവില്ല. എങ്കിലിത് മംഗളകരമായിട്ട് നടക്കും. നീ വാടാ. എവിടെ എവിടെ? വാടാ. ഇതാരുടെ ഫോട്ടോ? ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള. എന്താ മറുപടി പറയാത്ത? ഇയാൾക്ക് എന്താ പണി? ഇത് തന്നെ ലൈനടി. മുഖം കണ്ടറിയില്ലേ? അല്ല, കോച്ചാ, സെന്റ് തെരേസസിലെ. ഈ കോച്ചിന്റെ പേരെന്താ കൊച്ചേ? സണ്ണി കുരുവിള, പാലായില. അന്യജാതിക്കാരനാണല്ലേ? അച്ഛാ, ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. നടക്കാം. എന്റെ കുറുന്തോട്ടിയുടെ അല്ല അനുപമയുടെ ആ ദുഷ്ടനോടുള്ള ഇഷ്ടത്തിൽ കഷ്ടത്തിലായത് ഞാനാ. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? പാരഡൈസ് ലോസ്റ്റ്. മോൾ എന്റെ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റിച്ചു. മുത്തശ്ശ ഒന്നും പറയണ്ട. ഈ മോഹം മറന്നേക്കൂ. നടക്കില്ല ഒരിക്കലും. മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് മുത്തശ്ശനോട് പറഞ്ഞേക്കൂ. ഞാൻ പറയാം. എന്നാലും വക്കീലിനൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നു. എന്ത് കള്ളത്തരം? അല്ല, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന അനുപമയ്ക്ക് സെന്റ് തെരേസാസിലെ കോച്ചുമായിട്ട് എന്താണ് ഒരു കൊളാബറിക്കേഷൻ? ഐ മീൻ 500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്. ഇത് ഇന്റർനെറ്റ് ലവ്വാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. എന്നാലും എന്നാലും ഇല്ല. ഐ ലവ് ഹിം.
ലവ് ഈസ് ബ്ലൈൻഡ്. അവൻ അവളുമായി മുടിഞ്ഞ പ്രേമത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. കൊണ്ട് പോട്ടമ്മേ, ഇനി ആ പെണ്ണിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയും കഴിഞ്ഞുകൂടും? 2 കന്നാലിക്ക് മരുന്ന് കൊടുത്താൽ എന്നാ ഒഴിവാ കിട്ടാനാ? ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അച്ഛൻ നാട്ടുകാരെ കുളിപ്പിക്കാൻ നോക്കി തീർത്തില്ലേ? കുളിപ്പീര് കമ്പനി അല്ലല്ലോ, സോപ്പ് കമ്പനി അല്ലേ നിന്റെ അച്ഛൻ തുടങ്ങിയത്? ആ സോപ്പ് ഉപയോഗിച്ച് ആരും കുളിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? നീ അനുപമയെ കല്യാണം കഴിച്ചിട്ട് വേണം ആ അടച്ചിട്ടിരിക്കുന്ന സോപ്പ് കമ്പനി തുറക്കാനെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. അറ്റ കയ്യാ, അവസാനത്തെ കയ്യാ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയില്ല. എന്റെ ആങ്ങളെ വരുത്താം. വിക്രമനെയോ? അമ്മാവനിപ്പോ ജയിലിലല്ലേ? അവൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി. ഭൂമിദേവി രക്ഷിക്കണേ. അയ്യോ വീടല്ലേ? ഇപ്പൊ വീണേനെ. അയ്യോ എന്തെങ്കിലും പറ്റിയോടാ? അളിയനൊന്നും പറയണ്ട, എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി. കൈയും കാലും തലി ഒടിച്ച പോലെ പോരാ, വെട്ടിക്കളയണം, എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഓടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്. തലേ കുത്തേ കള്ള കഴുതയുടെ മോനെ. നിന്റെ ആരെങ്കിലും അന്നോടി ഇത് എങ്കിൽ ദാണ്ടല്ല അങ്ങാട് പോ. എന്നോടാന്നോ? അതേടാ, നിന്നോട് തന്നെ. നീ സ്പോർട്സിന്റെ കോച്ചല്ല, ഇത്തരം ചില ഇടപാടുകളുടെ കോച്ചാണെന്ന് അവളറിയില്ല. ഏതവള്? അപ്പൊ എത്ര പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഇവിടെ 10 പിന്നെ 2 സ്റ്റാൻഡ് ബൈ ഒക്കെ ചേർത്ത് 12. അല്ല താൻ ആരാവും ഏതൊക്കെ ചോദിക്കാൻ? വിക്രം ദാദാഭായ്, ഛോട്ടാ രാജ് കദോസ്. ഇവിടെ നിന്റെ അനുപമയുടെ അമ്മ, അവന്റെ അളിയൻ. ഏതനുപമ? ഇവനോട് പൂച്ചോ? പൂച്ച നിന്റെ മറ്റേ കർത്താവാണ്, എനിക്ക് അറിയില്ല കേട്ടോ. അനുപമയും ഇവനും തമ്മിൽ ഒടുക്കത്ത മുഖപത്ത ബാംഗ്ലൂരിൽ വെച്ച്. നീ നിൽക്കുന്നുണ്ട് ഇവൻ ഉരുണ്ട് കളിക്കുക. ഇവന്റെ ഉദ്ദേശം മറ്റേതാ. തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാരാ? അതിയാനാ അനുപമയുടെ പെട്ടിയിൽ കിട്ടിയതാ. അൽഫോൺസ, ഞാൻ പറയുന്നത് കേട്ടോ, കർത്താവാണ് എനിക്ക് അറിയില്ല. കോച്ചേ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നാണല്ലേ? തല്ലി ഓടിക്കാൻ വന്നതാണ്. കാലെടുത്ത് ഭിത്തിയിൽ ഉയർത്തി വെക്ക്. എന്നാത്തിനാ? എന്നാലേ കറക്റ്റ് ആയിട്ട് ഒടിയൂ. എടാ ഉവേ, എന്നാ അതിലും കറക്റ്റ് ആയിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചേടാ. നിന്റെ ദാദ എന്റെ ജീവിതമായത്. എടാ പട്ടി, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെയാ അതെ നീ പിണക്കി ഓടിച്ചത്. മോളെ സോറി ഉണ്ട് കേട്ടോ, ഇനി അങ്ങനെ ഉണ്ടാവുകയല്ല. പോടാ കോച്ചേ. അവൻ ബോംബെ ദാദാ തന്നെയാ, ശവവുമായിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗ. എന്നിട്ട് എന്താവാൻ, അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു, അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. താങ്ങ് പിന്നീന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങളെങ്കിലും രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ. ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്. മുത്തച്ഛ, ഒരു സമരസ് വന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. എന്നുവെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്കും മനസ്സിലായി. എനിക്ക് ഇഷ്ടം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ല അല്ലേ? മടപ്രാവേ,
ഹായ്. നീ പറഞ്ഞത് സത്യ? ആ ഫോട്ടോയിൽ കണ്ട ആള് ഒരു കോച്ച് തന്നെയാ. കക്ഷി ഇന്ന് 2 എണ്ണം കൊള്ളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യമായി പറയുന്നേ. എന്റെ 2 മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടു, ഈ വക്കീലെല്ലാം കേട്ടു. എല്ലാവരും വിധികളാക്കായിരുന്നല്ലേ? കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയേടാക്കായിരുന്നല്ലേ? ലോലനല്ല, ലാലൻ. ലാലേട്ടാ പറയരുത് പ്ലീസ്. ഞാൻ പറയും. എന്റെ ലാലേട്ടാ. ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ് എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ. ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്നു പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താ പറയാത്തെ? ഒരു 5 നിമിഷം മുമ്പ് പറയായിരുന്നില്ലേ? സാരമില്ല, ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലല്ലോ. ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക പിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തനെ കെട്ടണോ? ഏയ് വേണ്ട. ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാൽ ജാമ്യമില്ല കേസ് കുടിക്കി 2 ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ട, സമാധാനായി. ഇനി ലാലേട്ടൻ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവും. ശരിയാണ്. ഇനി ഞാൻ രാത്രികാലങ്ങളിൽ മാർച്ചാരനെ പോലെ പതുങ്ങി വരാം. അയ്യോ, ഇടിച്ചില്ല. ഭാഗ്യം. വേഗം കുടിച്ചോ, 2 മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടിയായിട്ട് എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്നു മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. ഐ ആം ഹാപ്പി, ഹാപ്പി. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവര് നല്ലോരാ. അതിലൊരാളെ നീ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോഹനകൃഷ്ണ, ഓമനക്കുട്ട. അയ്യോ വേണ്ട മുത്തശ്ശ, നോക്കിയും കണ്ടേ മുത്തച്ഛന്റെ ഈ മോളെ എന്ത് നിശ്ചയിക്കൂ. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും എടുത്തു ചാടില്ല. എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാ. ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെയൊന്നല്ല. അല്ല പിന്നെ? പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നില. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ല അമ്മാവന്മാര്, കാല് തല്ലി ഒടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി, നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട, 2 കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തച്ഛൻ, not this point, only 2 years. അപ്പൊ എനിക്ക് 49 വയസ്സാണ്. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസ്റ്റസായി ജോലിക്ക് പൊയ്ക്കൊള്ളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും 2 കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അതിന് തനിക്ക് എന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ, മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. എടുക്കണോ കയ്യെ? കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ? മറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇറങ്ങി വരാം. എനിക്കൊരു കാര്യം തീരുമാനിക്കാണ്ട്. എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ തല്ലിയത് ആരെയാ?
ആ ഫോട്ടോയിലെ അതേ ചായയാണല്ലോ അയാൾ. അത് തനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതാവും അല്ലേ? അത് പോട്ടെ, ഞാൻ എപ്പോഴാ പെരുവണ്ണാപുരത്തേക്ക് പോണ്ടത്? എന്തിനാ? ആ ഡോക്ടറെ കാല് തല്ലി ഓടിക്കാൻ. ആദ്യം ഈ ഒടിഞ്ഞ കാലൊന്ന് നിവരട്ടെ, എന്നിട്ടാവാം. എവിടെയാ ഡോക്ടർ നന്ദകുമാർ? എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങൾ ഡോക്ടർ നന്ദകുമാരെ കാലമാരാണ്. നിൽക്ക്, എന്ത് കാര്യം നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. സംസാരിക്കാൻ അങ്ങനെ ശബ്ദം വേണ്ടേ? നിങ്ങൾ കേൾക്കണം, സുപ്രസിദ്ധ നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠനെ തൊണ്ടയിൽ കിറ്റിക്കിറ്റായിട്ട് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത് 2 ആഴ്ച മുമ്പാ. തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള എല്ലാ പാർട്സിന്റെയും എക്സ്റേയും സ്കാനിങ് എടുത്തിട്ടൊടുവിൽ ഇയാളുടെ മരുമകൻ മരമണ്ടൻ ഡോക്ടർ ശബ്ദമില്ലാണ്ടാക്കി. മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി സംസാരിക്കുന്ന എന്റെ സഹോദരൻ ഇവിടെ പ്രതികാരത്തിനായി വന്നിട്ടുണ്ട്. വിളിക്കടാ മണയടാ. ആ ഡോക്ടറെ പുറത്തേക്ക് ഇറക്കി വിട. കഴുതയുടെ മോനെ, കഴിവേറിന്റെ മോനെ. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ പോടാ അമ്മായിച്ചൻ കഴുതേ. പോലീസിനെ വിളിക്കടാ. പോലീസ് ഞങ്ങൾക്ക് പുല്ല. ധൈര്യം വിളിക്കണം മരപ്പെട്ടി. ഓ ഇനിയിപ്പോ ആരെയും ഒന്ന് വിളിക്കുക എന്റെ ഈശ്വര. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചിട്ട്? വേണ്ട, കൊത്താൻ മതി. ഞാൻ ഇച്ചിരി ബോൾഡാക്കി പറഞ്ഞോളാം. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചാലും അവനെ പൊക്കിയെടുത്ത് ഇടിച്ചവന്റെ ബോന്തനെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. കേറി നേരത്തെ ആശുപത്രി. നിൽക്ക് നിൽക്ക്, ഡോക്ടർ ഇവിടെ ഇല്ല. 1 മാസം കഴിഞ്ഞേ വരൂ. എവിടെ പോയി? സൈലന്റ് വാലി പോയിരിക്കുക. അവനെ തലയിലാക്കണ ആരും ഞാൻ ഏറ്റു. എപ്പോ കണ്ടാലും അപ്പം തട്ടും. കേറ വണ്ടിയില് ഞാൻ വിളിക്കാം. വിജയ് മോളെ വരുന്നു. എന്താ എവിടെ മോളെ നിന്റെ കെട്ടിയോൻ? ഹോസ്പിറ്റലിൽ പോ, റെഡിയാവുക. നന്ദാ എങ്ങോട്ടേക്കാണാവോ? അയ്യോ മതി മതി, മനസ്സിലായി. ഹോസ്പിറ്റലിലേക്കാണെന്നാ. അതെ അങ്ങോട്ട് ചെല്ലേ. എടാ നീ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തൊരുത്തിന് ശബ്ദം പോയി എന്ന് പറഞ്ഞു. അവിടെ ആകെ ബഹള. എന്നെ കണ്ടാ തല്ലി കൊല്ലുന്നാ പറഞ്ഞത്. ഈശ്വര, വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാ നടക്കണത്. ഞാൻ ഒരു സാധാരണ MBBS ഡോക്ടറാ. ത്രോട്ട് പെയിനുമായിട്ട് വന്ന അയാളെ ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞതാ. വിജിയുടെ അച്ഛനാ പറഞ്ഞത് ഞാൻ തന്നെ നോക്കിയാ മതി. പണി പഠിക്കുമ്പോ 1 2 തൊണ്ടയൊക്കെ പോയിന്ന് വരും. അത് ഹോസ്പിറ്റൽ ബിസിനസിൽ പതിവാ. എങ്കിൽ നമുക്കയക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. നാണോ ഇല്ലല്ലോ നിങ്ങൾക്കിട്ട് പറയാൻ. വേറെ ഒരു MBBS സർട്ടിഫിക്കറ്റും ആയിട്ടാ നീ എന്റെ മോളെ കെട്ടിയത്. ആശുപത്രിയും ഈ വീടും കാറൊക്കെ ഞാൻ ഉണ്ടാക്കിയതേ. പലരുടെയും കഴുത്തറത്തിട്ടാ. അറിയാം നിനക്ക്? അയ്യോ, ആദ്യം നല്ലൊരു ഡോക്ടറെ കണ്ടി നശിച്ച വിക്കൊന്ന് മാറ്റ്. ഡോക്ടറെ ആരാ? ഡോക്ടറെ ഒന്ന് കാണാമെന്നതാ. പരിശോധന ആസ്പത്രിയിലാ. ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഒന്നാ വിളിച്ചേ. അപ്പോ നിങ്ങളെ അവൻ ഓപ്പറേഷൻ ചെയ്തോ? ഓപ്പറേഷൻ കേസല്ല ഇത്. അപ്പൊ തല്ലാൻ വന്നല്ല. നന്ദാ നന്ദാ എന്താ? കണ്ടാലാള് മാനിനാവുണ്ട്. പക്ഷെ കയ്യിലിരിപ്പിച്ചിട്ട് തരല്ലേ. നിങ്ങളാരാ? അനുപമയെ അറിയോ? ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? ആരെ പ്രേമിച്ചു നിങ്ങൾ പറയണേ? നിങ്ങളാരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഓഹോ, ഈ ഭാര്യ ഉണ്ടായിട്ടാണോ ഇവന് പണിക്കിറങ്ങിയത്? ഏത് പണി? എന്ത് പണിയെന്നാ? ബാംഗ്ലൂർ പഠിക്കുന്ന നിങ്ങളുടെ അനന്തരവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കറക്കി കയ്യിലെടുത്തിരിക്കാൻ നിങ്ങളുടെ ഭർത്താവ്. കരളെ കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്കേണ്ടതാ. ഭാര്യയുടെ മുമ്പ് വെച്ച് വേണ്ടാന്ന് വിചാരിച്ച. നിങ്ങൾക്ക് ആള് മാറിയതാവും. ആദ്യം ഒന്ന് മാറി പാലക്കാരൻ കോച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു താനാണെന്ന്. പോരുത്. ഇനി പപ്പാന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ നിന്റെ പെടലിക്കുമ്പോൾ തല കാണില്ല. അവർക്ക് ആള് മാറിയതാവും. ഇനി എന്തോ നോക്കി നിൽക്കാനടി? ഇപ്പൊ ഇറങ്ങണേ വീട്ടിന്ന്. ഇനി കണ്ണ കണ്ട പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ കയറ്റി പുറപ്പെടുന്ന നിൽക്കാണോ? ഇറങ്ങടി, ഇറങ്ങാൻ. അവളെ നിന്നോട് ഉള്ള പൊറുതി മതിയാക്കി. ഒന്നുകിൽ അനുപമയെ ഡോക്ടർ ചതിച്ചു, അല്ലെങ്കിൽ അവള് പറയുന്നത് പച്ചക്കള്ളം. വിമാനത്തിൽ പണിക്ക് വിടാത്തതിന്റെ പ്രതികാര പെണ്ണിന് ഞാൻ ആ കിളവൻസിനോട് എല്ലാ എരിവും പുള്ളിയും ചേർത്ത് തട്ടിയിട്ടുണ്ട്. അങ്ങേരെ ഒന്നും വിടാതെ അമ്മ ഒന്നും പറഞ്ഞിരിപ്പോണ്ട്. ഓ, ഇനി അവളെ എന്ത് കുന്തം പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കില്ല. അച്ഛാ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഏക തടസ്സം.
നമ്മൾ ഒറ്റക്കെട്ടാവുന്നു, തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം മുത്തച്ഛൻ അറിയിക്കുന്നു. അങ്ങനെ അനുപമയെ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. നല്ല തീരുമാനം. നമുക്കിതൊന്ന് കൈയടിച്ച് പാസ്സാക്കാം. അതങ്ങ് പള്ളി ചെന്ന് പാസ്സാക്കിയാ മതി. മോഹനകൃഷ്ണൻ അനുപമയെ കെട്ടുമ്പോ ഞങ്ങൾ അങ്ങ് അണ്ണാക്കി വെല്ലം തള്ളി മാനത്തേക്ക് നോക്കി നിൽക്കണോ? എന്റെ മകൻ കെട്ടിയാൽ നിങ്ങളെ വെറുങ്കയോടെ ഇറക്കി വിടുന്നാണോ വിചാരം? അല്ല, സ്വത്തില് കുറച്ചങ്ങട് തരും. എതിർപ്പില്ല. നീ മിണ്ടാരിയടാ. സ്വത്തിന്റെ മുക്കാലും ഞങ്ങൾക്ക് കിട്ടണം. അതെ, ബാക്കി കാലും പെണ്ണും നിങ്ങൾക്ക്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, കാലും പെണ്ണും നിങ്ങൾക്ക്, മുക്കാൽ ഇങ്ങനെ തന്നേക്ക്. ആരുടെ കാലിന്റെ കാര്യം പറയുന്നേ? ആനയുടെ കാലേ. അച്ഛാ, പെണ്ണെനിക്ക് മസ്റ്റാ എന്ന് പറഞ്ഞാ എന്തിനും ഏതിനും ഒരു മര്യാദ ഇല്ലേടാ. എന്നാ പിന്നെ 50-50. അയ്യോ, പാതി പെണ്ണോ? ഓ, ഇത് നടക്കില്ല. നടക്കണ്ട. അച്ഛാ, തർക്കം വേണ്ട. സ്വത്തിനേക്കാളും എനിക്ക് വലുത് അനുപമയാണ്. 60% കൊടുത്തേക്കൂ. അവന്റെ ആഗ്രഹമല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. സമ്മതമാണോ? എന്നാ കൈകൂടെ. വെറും 10% ഡിസ്കൗണ്ടിൽ എനിക്ക് പെണ്ണ് പോയി. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നല്ലൊരു പെണ്ണിനെ 10 വർഷത്തിനകം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു. ഒരല്പം പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റി. പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടുന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. അയ്യോ, എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് പുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം എന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. കുട്ടാ, ഒന്നുകൂടെ വിളിച്ചേ. കുട്ടാ, ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അനു വേണോ എന്നെ കടിഞ്ഞാനിടാൻ? ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണണം. കാണാം. അപ്പുറത്ത് നിങ്ങൾ 2 ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ഒടുവില ഓമനെ കൂട്ടാ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അത് അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. കൺട്രോളിംഗ്. സംസാരിച്ചോളൂ. ഓൺലി 2 minutes. വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വേണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലും ഒരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ഒന്നും പറയാറായിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കേ? നിനക്ക് വേണ്ടി വേണേൽ ഞാൻ നിത്യബ്രഹ്മചാരിയാവും. നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് അനുപമ എനിക്ക് വേണ്ടടാ. മോനെ, നീ എന്തൊരു വിട്ടത്തരമായി പറയുന്നേ? ഇതാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. നിനക്കില്ലാത്തതൊന്നും നിന്റെ മോനുണ്ട്. സഹോദര സ്നേഹം. സഹോദര, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീ യഥാർത്ഥത്തിൽ വലിയ ഈ കൈമാറ്റത്തിൽ അനന്തന് സന്തോഷിക്കാം. സ്വത്ത് കൂടുതൽ കിട്ടുമല്ലോ. എനിക്ക് ഏട്ടനെ പോലെ ആക്രാതൊന്നുമില്ല. അനുപമയെ മോഹനകൃഷ്ണൻ തന്നെ കെട്ടു. ഇല്ല ഇല്ല, ഒരിക്കലും നടക്കില്ല. ഞാൻ നടത്തൂടാ. വിവാഹം ഒരിക്കലും നിർബന്ധിച്ച് നടത്തരുത്. അതിന് നിന്നെയല്ലല്ലോ നിർബന്ധിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവനുമാളുമായിട്ടുള്ള കല്യാണം നടത്തും. അതിനൊരു മാറ്റമില്ല. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ എനിക്ക് സമ്മതം. ആര് പിഴച്ചതാണ് ഈ പറയുന്നേ? പറയടാ. പറയാൻ അനുപമ പിഴച്ച പെണ്ണാണ്. അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. അനുപമയ്ക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അനുപമ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി ടൂറിന് ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് യാദൃശികമായ ഒരു മലയാളി യുവാവുമായി പരിചയപ്പെട്ടു. അയാൾ അനുപമയ്ക്ക് ഒരു ഫെലൂഡ ഓഫർ ചെയ്തു. അത് കഴിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി. ബോധം കെട്ടു. ഷീ ബിക്കം റിയലി അൺകോൺഷ്യസ്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടമാവുകയും ചെയ്തു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കണം? എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് വിലപ്പെട്ടത് രൂപയല്ലടാ മണ്ട. ഓഹോ, ആഭരണങ്ങളാണോ? മുംബൈ കഴുത. അയാളെ ഗോവയിൽ പലയിടത്തും തിരക്കി. കിട്ടിയത് അനുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ മാത്രം. ആ ഫോട്ടോയിലുള്ള ആളല്ലേ ഞാൻ കണ്ട ഡോക്ടർ? അത് തന്നെയല്ലേ ഞാൻ കണ്ട കോച്ച്. തനിക്ക് ഛായ തോന്നിയതായിരിക്കും. ചായം തന്നില്ല, പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ സമ്മതിച്ചു അവൻ തന്നെയാണെന്ന്. സമ്മതിച്ചോ? അങ്ങനെ വഴിയില്ലല്ലോ. നമ്മുടെ വക്കീല് പറഞ്ഞൊന്നും അച്ഛന് വിശ്വാസമായില്ലേ? പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലൊരു നിസാര കാര്യത്തിന് ലോകത്ത് ഒരു പെണ്ണും കള്ളം പറയില്ല. എല്ലാ സത്യം അറിഞ്ഞ് ഇനി ആര് വരും എന്റെ മോളെ കെട്ടാൻ? മുത്തച്ഛ, മാരേജസ് ആർ മേഡ് ഇൻ ഹെവൻ.
നന്മ നിറഞ്ഞ മനസ്സും ഒരു പെണ്ണിന്റെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ നേരിടാൻ തന്റെ ഇടമുള്ള ഒരാൾ അനുപമയെ വിവാഹം ചെയ്യാനുണ്ട്. അല്ല മുത്തശ്ശ, അനുപമ മനസ്സാവാച അറിയാൻ സംഭവിച്ച കാര്യമായതിനാൽ എനിക്ക് സമ്മതമാണ്. ഓമിനിക്കുട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചാ. അവള് പിഴച്ചവൾ. നോട്ട് ദിസ് പോയിന്റ്. ആയിക്കോട്ടെ, എന്റെ കുറുന്തോട്ടിക്ക് വേണ്ട. എന്റെ മോളെ കുറിച്ച് ആരും സഹതപിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. മുത്തശ്ശ, നമുക്ക് തിരിച്ചു പോവാം. ഊരും പേരും അറിയാത്ത ഒരാളുടെ ഫോട്ടോയും കൈവച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടന്നാൽ ആളെ കണ്ടെത്താൻ പറ്റുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ മരിക്കാം. പറ്റുമോ? പെണ്ണിന്റെ കഴിഞ്ഞ കാല നാറിയ കഥകൾ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കണം. അത്രയ്ക്കും സന്മനസ്സുള്ളവർ ആരാ ഉള്ളത്? മുത്തച്ഛൻ നോക്കിക്കോ, എന്നെങ്കിലും ഒരു യുവ കോമള കുമാരൻ വരും. ആര്? ഞാനൊരു സത്യം പറയാം. അത് വെച്ചിട്ട് പൊക്കോളൂ. മേനവും മഠത്തിലെ ഉപ്പും ചോറും തിന്നും വളർന്ന ചന്ദ്രസേനല്ലേ? അതേന്ന്. ഇയാളെ താൻ അറിയോ? പിന്നെ എന്റെ നാട്ടുകാരനല്ലേ. ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ തന്നെ എന്റെ തൊട്ട അയൽവക്ക. ഈ താടി വടിച്ച് മീശ ഇത്തിരി പിരിച്ചു വെച്ചാൽ ചന്ദ്രസേനൻ തന്നെ. ഇതിനിടയ്ക്ക് നാടകത്തിൽ അഭിനയിച്ചോ? കണ്ടോ മീശയിലും താടിയിലും കൺഫ്യൂഷൻ. എനിക്കൊരു കൺഫ്യൂഷനും. ഇയാളിപ്പോ എവിടെ കാണും? ടൂറില്ലെങ്കിൽ മിക്കവാറും നാട്ടിൽ തന്നെ കാണും. അങ്ങനെ ഇച്ചിരി കമ്പമുള്ള കക്ഷിയാണ്. അടുത്തെങ്ങാനും ഗോവയ്ക്ക് പോയതായിട്ട് അറിയൂ? ഗോവ എന്ന് പറഞ്ഞാൽ തന്റെ നാട്ടിൽ കോമഡിയാണ് ഇത്രയ്ക്ക് ചിരിക്കാൻ. അല്ല, ഈ ഗോവൻ ടൂർ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സേനന്റെ വീട്ടിൽ യുദ്ധം നടന്ന കേസായി ഗോവ. മാലയിട്ട് ശബരിമലയ്ക്ക് പോകുവാന്നും പറഞ്ഞ് കക്ഷി നേരെ വിട്ടത് ഗോവയ്ക്കാ. അത്ര വിരുദനാ. എനിക്ക് അയാളൊന്ന് കാണണം. താനും വരൂ ഞങ്ങളുടെ കൂടെ? ശരി. സേനനെ കുറിച്ച് നാട്ടുകാർക്കിടയിൽ നല്ല അഭിപ്രായമില്ലെന്ന് ഭാരതി നമുക്ക് അറിയാലോ. എന്നിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതേ നീ എന്റെ ഒരേ ഒരു പെങ്ങളായതുകൊണ്ടാ. തിന്മ കണ്ട എതിർക്കാൻ പോണ ഒരു സ്വഭാവദോഷമേ ചന്ദ്രസേനുള്ളൂ. അക്കാര്യത്തിൽ അവന് ശത്രുക്കളും കൂടും. അത് ശരിയാ. കുടിയും വലിയും മറ്റു ദുശീലങ്ങളൊന്നും അവനില്ല. എങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ ചിങ്ങം 18 എന്റെ കല്യാണം നടത്താം. ഇതാ വീട്. വന്നോളൂ. സേനയില്ലേ? പുറത്തു പോയിരിക്ക. ഞാൻ അച്യുതമേ ഷൊർണൂരിന്ന് വരിക. ഇരിക്കൂ. ഓ, എന്താണാവോ വിശേഷിച്ച്? ഇവരോട് പറയണോ? പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സേന ശബരിമലയ്ക്ക് പോകുവാന്ന് പറഞ്ഞു ഗോവയ്ക്ക് പോയില്ലേ? അവിടെ വെച്ചുള്ള പരിചയക്കാരല്ല. അവിടെ വെച്ച് നിങ്ങളുടെ മകൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയുടെ മുത്തച്ഛനാ. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. ഇല്ല, ഇത് തന്നെയല്ലേ നിങ്ങളുടെ മോൻ? ഐസ്ക്രീമിൽ മയക്കുപൊട്ടിട്ടൊരു പെൺകുട്ടിയെ ചതിക്കാൻ എങ്ങനെ അവന് മനസ്സ് വന്നു? എല്ലാം കഴിഞ്ഞില്ലേ മുത്തശ്ശ? ഇനി ഇവിടെ നിൽക്കണോ? നമുക്ക് പോവാം. ഇനി എന്റെ കുട്ടിക്ക് മറ്റൊരാളെ കണ്ടെത്താനാവില്ലല്ലോ. പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുക. തക്ക സമയത്ത് വന്ന് വിവരം പറഞ്ഞ നന്നായി. അതുകൊണ്ട് രക്ഷപ്പെട്ടതേ എന്റെ മകളാ. വരിക, പോവാം. ഇനി എന്താ ചിന്തിക്കണം? എന്നാലും ഒന്നും ചിന്തിക്കാനില്ല. ഇനി ഇതും ആ പെരുവണ്ണാപുരത്തെ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലാണോ? മാനക്കേട് ഭയന്നല്ലേ അവള് പലതവണ കള്ളം പറഞ്ഞത്. മുത്തച്ഛൻ ഇപ്പോഴും വിശ്വാസമായില്ല. എന്താ അവിടുത്തെ തറവാട് മഹിമ, എന്താ കുലമാഹാത്മ്യം, എന്താ അന്തസ്, ഇതൊക്കെ വെറുതെ കൊണ്ട് കളയ. കിട്ടിയത് കിട്ടി, വേഗം സ്ഥലപ്പെടാൻ നോക്ക്. വരും മുത്തച്ഛ, തക്ക സമയത്ത് കൊണ്ടുവന്നില്ലേ വിരുന്നുകാരെ? ഇനി എന്താ നോക്കി നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വരാ സേനെ. എവിടാച്ചാ? അവര് നല്ല പോയി വിളിച്ചോണ്ട് വരാൻ. ഞാൻ എവിടെ പോയി തപ്പു? ഒരു പ്രത്യേക അറിയിപ്പിനായി പൊതുകാര്യ പ്രസക്തനും കലാപ്രേമികളുടെ പ്രിയപ്പെട്ടവരുമായ ശ്രീ ചന്ദ്രസേനൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ശബ്ദം കൂട്ടിയേക്കടാ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് കൂയി. കൊള്ളാം. ഇന്നെനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായാലും സന്തോഷമുണ്ട്. പക്ഷെ ഇന്നലെ നിങ്ങളിൽ ഒരുവനായി ഇതാ ഇവിടെ നിന്ന് ഇതിലും ശക്തമായിട്ട് കൂവിയിട്ടുള്ളവനാണ് ഞാൻ. കൂവി തെളിഞ്ഞവനാ. അതുകൊണ്ട് തെളിയാത്തവരെ നന്നായിട്ട് ഓരിയിടണം. ശബ്ദം നന്നാവും, അല്ലടോ? താങ്ക് യു.
ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കേരള ജനതയുടെ പുതിയ ആവേശം ശ്രീ ചാലക്കുടി മണികണ്ഠന്റെ കലാപരിപാടികൾ ഉടനടി ആരംഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കുറച്ചു മുമ്പ് ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ഈ പരിപാടികൾക്ക് ഇവിടെ എത്തുക. അത് ഒരു കുറവായി കണക്കാക്കാതെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ വണ്ടി നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മണികണ്ഠൻ കീ, മണികണ്ഠൻ കീ, മണികണ്ഠൻ കീ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രീ മണികണ്ഠനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മക്കളെ പിടിച്ചേ. എന്റെ ശബ്ദം കീറിയെടുത്തില്ല, പരസ്യമായിട്ട് കളിയാക്കുന്ന പന്നി. കളിക്കരുത്, എനിക്ക് നോവുന്നുണ്ട്. നിന്റെ നാടൻ പാട്ടിനേക്കാൾ നല്ല നാടൻ അടിപണി ഞാൻ കാണിച്ചേരടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മയ്ക്ക് അവിടെ ആകെ കുഴപ്പാ. വേഗം വാ. എന്ത് കുഴപ്പമാ? അമ്മയ്ക്ക് വിളിക്കുന്നു. നിന്നെ എടുത്തോളാ. നിന്നെ കുറിച്ച് 100 പരാതികൾ കേൾക്കുമ്പോഴും ഒന്നോർത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു. ചീത്ത സ്വഭാവമൊന്നും ഇല്ലല്ലോ എന്ന്. ഇന്നതും കേട്ടോ. ആരെന്ത് പറഞ്ഞു എന്നാ അമ്മ ഈ പറയുന്നത്? ശബരിമലയ്ക്ക് പോവാന്നും പറഞ്ഞ് ഇവിടുന്ന് കെട്ടുമെടുത്തിട്ട് ഗോവയ്ക്ക് പോയത് സത്യമല്ലടാ. ഓ ശരിയാണ് എന്ന് കരുതി ഞാനൊരു പെണ്ണിന്റെ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി ഈ തറവാട് തേടി വന്ന് യാചിച്ച ആ കാർന്നവരെ അവിശ്വസിക്കാൻ എനിക്കാവില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ നീ നശിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ആ തൊണ്ട ഇടറിയിരുന്നു. നീ മൂലം ഒരാളെ മുറ്റത്ത് വന്ന് കണ്ണീരൊഴുക്കുന്നതാണ് എനിക്ക് കഴിയില്ല. നീ കാരണം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനും എനിക്കാവില്ല. ആ കുട്ടി ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയണ്ട. മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. വിളിച്ചോണ്ട് വേണം അവളെ. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ നീ എന്റെ മുമ്പിൽ വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. വയ്ക്കോ. നീ ചിന്തിക്കുന്നത് കല്യാണം മുടങ്ങിയതിനെ കുറിച്ചാണോ? അല്ല, നമുക്ക് ഒരേ റൂട്ട് ചിന്തിക്കാമെന്ന് കരുതിയാ. കല്യാണം മുടങ്ങി എനിക്ക് പുല്ലടാ. അവള് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണ്. അമ്മയ്ക്ക് പകരം മറ്റൊരു അമ്മയെ കിട്ടില്ലല്ലോ. വിശ്വസിക്കണില്ലടാ എന്നെ. അമ്മ പിണങ്ങിയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സേന, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയ അറിയാതെങ്ങാനും ഒരു ഇത് നടക്കണം. അറിയാതൊന്നും നടക്കില്ലല്ലേ? നീ ഒറ്റൊരുത്തനെ എല്ലാത്തിനും കാരണം ചവിട്ടീന്റെ. ഞാനല്ല, ആരോ നിന്നെ വെച്ച് കളിക്കുന്നുണ്ട് ഉറപ്പാ. ഇനിയിപ്പോ എന്റെ ഛായയുള്ള മറ്റാരെങ്കിലും. ശരിയാ, ആ കൂടെ ഉണ്ടായിരുന്ന പുളവൻ വക്കീൽ ആ കിളവ മുത്തച്ഛനോട് പറയാ, ഇതാ പെരുവണ്ണാപുരത്തുകാരൻ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലെ ആണെങ്കിലോന്ന്. ഡോക്ടർ നന്ദകുമാർ. ചേട്ടാ, ഇതേ പേര് തന്നെയാണല്ലോ ഒന്ന് ഗാനമേളക്കിടയിൽ അടി നടന്നപ്പോഴും ആരാത് ആ ചാലക്കുടി മണികണ്ഠന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞത്. എങ്കിലാ ഡോക്ടറെ കണ്ടുപിടിച്ച് ശരിക്കൊന്ന് കുറഞ്ഞ സത്യം പുറത്തു. ഒരല്പം ക്രിട്ടിക്കലാണ്. പേഷ്യന്റ് തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. എന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ നന്ദകുമാറിന്റെ റൂം ഏതാ? എടോ, എനിക്ക് ചെവിട് കേട്ടൂടെ? ലെഫ്റ്റ് പോയി 5th ഫ്ലോർ. അന്ന് പിന്നെ പറഞ്ഞൂടെ? പേരെന്താ? വാടവിടെ. ഡോക്ടർ സ്വന്തം മുറി മറന്നായിരിക്കും.
ഡോക്ടർക്ക് മെന്റൽ പ്രോബ്ലം വല്ലതും ഉണ്ടോന്നാ സംശയം. ആവോ. ഈ നന്ദകുമാർ ആ പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സിസ്റ്റർ, തിയേറ്ററിൽ ഏത് പടാ കളിക്കുന്നത്? ഡോക്ടർ ഹായ്. ഏത് ഫ്ലോറിലേക്കാ? മിണ്ടൂല്ലേ? ഡോക്ടർ, ബി ബ്ലോക്കിലെ 62 നമ്പർ പേഷ്യന്റിന് പെയിൻ മാറുന്നില്ല. ഡോസേജ് കൂട്ടിയിട്ട് ഓവറൻ കൊടുക്കട്ടെ? ഓ, അത് കുറച്ച് ഓവറായിട്ട് കൊടുത്തോളൂ. പിന്നല്ല, സംശയമൊക്കെ നമ്മളെടുത്താ ചോദിക്കണം. വരട്ടെ. ഈശ്വരാ, ഇതെന്താ ഡബിൾ റോളോ? ആരാ നീ? ഞാൻ ചന്ദ്രസേനൻ. നീയാണോട് ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്റെ തലയെ കെട്ടിവെച്ചത്? അനാവശ്യം പറയരുത്. നായിന്റെ മോനെ ഒന്നുകളയും ഞാൻ. നീകളെ എല്ലാത്തിനും കാരണക്കാരൻ. അയ്യോ, ഞാനല്ല. ചാലക്കുടി മണിയണ്ണന്റെ ശബ്ദം കളഞ്ഞ താനാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ അടി കൊടുത്ത പിഴപ്പിച്ചതിന്റെ നഷ്ടം കൊടുക്കാന്ന് ഇയാൾ പറയും. എന്നെ തല്ലരുത് പ്ലീസ്, ഞാനൊരു ഡോക്ടറാ. എന്താ ഡോക്ടറെ തല്ലാൻ പാടില്ല നിയമമുണ്ടോ? അയ്യോ, സത്യമായിട്ട് ഞാനൊരു പാവാ. ആര് പറഞ്ഞു? ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഈ ഹോസ്പിറ്റൽ വിട്ടൊരു ലോകം എനിക്കില്ല. 3-4 ദിവസം മുമ്പ് ഏതോ ഒരു പെണ്ണിനെ ഞാൻ വഞ്ചിച്ചു എന്നും പറഞ്ഞ് 2 പേര് എന്റെ വീട്ടിലും വന്നിരുന്നു. അത് കേട്ട് എന്റെ വൈഫ് പിണങ്ങിപ്പോയി. ഗോഡ് പ്രോമിസ്. പിന്നെ ആരാടാ അതിന്റെ പുറയില്? അതെനിക്കറിയില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ എന്റെ അടുത്തെത്തി? നിങ്ങളുടെ പേരാ പെണ്ണിന്റെ മുത്തച്ഛനോട് പൊളവും വക്കീല് പറഞ്ഞ ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് വന്നവര് സെന്റ് തെരേസാസ് കോളേജിലെ ഒരു കോച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതൊരു CBI അന്വേഷണം പോലെ ഉണ്ടല്ലോ. ഡോക്ടറേ, ഒരേപോലത്തെ 3 എണ്ണത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇപ്പൊ മനസ്സിലായി എല്ലാത്തിന്റെ പിന്നിൽ ഇവരാണെന്ന്. നിങ്ങളിൽ ആരുടെ അച്ഛനാ ഇത്ര വലിയ കള്ളൻ? നിന്റെ അച്ഛൻ. എങ്കിൽ ഇത്ര നീളം വരത്തില്ല. ഞാൻ 3ന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒരേപോലെ 9 പേരുണ്ടാവും ഭൂമിയില്. ഓ, അതിൽ 3 എണ്ണം മലയാളികൾ. ബാക്കി ഇനി എവിടെയാണാവോ? കോണാത്തില്. കൊണാർക്കില്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. ആരാ 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 ആരാ? എന്നാ വേണം? ഇങ്ങോട്ട് വാടാ. അയ്യോ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടുണ്ടോടാ? കാര്യം പറയാതെ എന്നെ തല്ലാനുള്ള അധികാരേ എന്റെ അപ്പന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ചെയ്യാത്ത തെറ്റിന് മെക്കെട്ട് കയറാനുള്ള അധികാരം ഒരു തെണ്ടിക്ക് ഞാനും കൊടുത്തിട്ടില്ലടാ. എടാ ഊവേ, ഞാൻ ചെയ്ത തെറ്റന്നാ. കാശ്മീർ പ്രശ്നത്തിൽ കൈ കടത്തിയത്. ഇനി ഞാനത് വിവരിക്കണോ? അനുപമ എന്നൊരു പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് നശിപ്പിച്ചത് നീയല്ലടാ. നീയൊക്കെ നശിപ്പിച്ചതേ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം. ആണ്ടെ, നിങ്ങൾക്കറിയാമോ, കർത്താവാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവ കാരണമാ 6 വർഷം ഞാൻ പ്രേമിച്ച് കിടന്ന എന്റെ അൽഫോൺസായി എനിക്ക് നഷ്ടപ്പെട്ടത്. ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് ഒരിക്കലും ഒരുത്തൻ എന്നെ തല്ലാൻ വന്നു. അന്നവന്റെ കാലി ഞാൻ തല്ലി ഓടിച്ചു. അതല്ലാതെ അവളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയുകയില്ല. വിശ്വാസം വരുന്നില്ല ഇതാ എന്നെ കൊന്നു. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? ഒരേപോലെ രൂപസാദൃശ്യമുള്ളവരെ മാത്രം കണ്ടുപിടിച്ച് ഇതിലെന്തോ ചതിയുണ്ട്. നമുക്ക് വേണ്ട വേണ്ട, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അവളെ ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയായാലും ശരി, ഈ സേനം വെറുതെ വിടില്ല മക്കളെ. വാടാ.
कोई हमदम न रहा कोई रे साग न रहा को കോച്ചെത്തി. കോച്ചല്ല കോച്ച്. നമ്മുടെ അനുപമയുടെ ആദ്യത്തെ ലൈൻ മുഖാമുഖം കണ്ടാൽ ഇവിടെ ഇട്ട് വെട്ടിക്കൊല്ലും ഞാൻ. ഈ തറവാട്ട് മുറ്റത്ത് രക്തം വീഴണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എടാ നീ കാര്യം പറ. ഇത് കോച്ചിങ് ഒന്നുമല്ല, നമ്മുടെ വിക്കൻ ഡോക്ടറല്ലേ. ഞാൻ ഡോക്ടറും പുണ്ണാക്കൊന്നുമല്ല. നിങ്ങളൊക്കെ ആരാ? ഇത് മുത്തച്ഛൻ, ഇത് അനന്തൻ, ബാലൻ, ഞാൻ ലാലൻ. കാലനോ? കാലനല്ല ലാലൻ. നിങ്ങള്? ഞാൻ സേനൻ, ചന്ദ്രസേനൻ. ഉടക്കാൻ വന്നിരിക്കുക. മാപ്പ്. എനിക്ക് ഈ വീട്ടിലെ പെൺകുട്ടി ഒന്ന് കാണായിരുന്നല്ലോ. എന്തിന്? കാര്യം അറിയാലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നത്. വിളിക്ക്, വിളിക്കണം. അവനാണെ തട്ടിയോ? തട്ടാൻ വന്നല്ല, തട്ടിക്കൊണ്ടു പോകാൻ വന്ന. അനുപമേ, അനുപമ, അനുപമ, അനുപമ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. നമ്മുടെ ഗോവൻ ഹീറോ, ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയിലെ നായകൻ. അവൻ അനുപമയെ കാണുന്നത് വാശി പിടിക്കുന്നു. എനിക്ക് വയ്യ. അയ്യോ, തളരരുത്. അയാൾ എതിർത്ത് നിൽക്കണം. അവന്റെ ഫ്യൂസ് വരണം, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അയ്യോ പ്ലീസ്. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്നോടല്ലോ നമസ്കാരം ഉണ്ട് കേട്ടോ. ഇതാരാ? നിങ്ങളെ പരിചയമില്ലേ? ഇതാണ് അനുപമ. അനുപമ, ഞാൻ ആ പേരെ ഓർത്തോണ്ടിരുന്നത്. അന്ന് പിന്നെ പേരും നാളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പിന്നെ പാന്റും കോട്ടൊക്കെ ഇട്ടപ്പോ ആളെ മനസ്സിലായില്ല. അന്ന് വേഷം ഇതായിരുന്നില്ലല്ലോ. അയ്യേ, സോറി കേട്ടോ, എന്നെ മനസ്സിലായല്ലോ. നിങ്ങളെ അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ്, ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. എന്തായാലും തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്നും കേൾക്കണം. ഗോവയിൽ വെച്ച് ദുരുദ്ദേശത്തോടു കൂടി ഞാൻ പരിചയപ്പെട്ട തെറ്റ്, ഐസ്ക്രീമിനകത്ത് മയക്കുപൊടി കലക്കി തന്ന തെറ്റ്, അതിനുശേഷം നടന്നത് തെറ്റ്, അവളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്ത തെറ്റല്ലേ? താൻ എന്തോ കവർന്നെടുത്തോന്നാ പറയുന്നേ? അനുപമേ, ഈ കേട്ടത് സത്യമാണോ? ഇയാൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ്. സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. എന്ത് പ്രായച്ചിത്തം? അത്രയ്ക്ക് നിർബന്ധമാണ്. ഇയാൾ മൊട്ടയടിച്ച് കാശിക്ക് പോ. അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ തമ്മിൽ മാച്ച് അല്ല. ആര് പറഞ്ഞു? ഞങ്ങൾ മാച്ച് അല്ലേ? അല്ല. ഹലോ, ഞങ്ങൾ തമ്മിൽ മാച്ച് അല്ലേ? നല്ല മാച്ച് കേട്ടല്ലോ. മാച്ച് അല്ല, ഒട്ടും മാച്ച് അല്ല. ഇപ്പൊ നല്ല മാച്ച് അല്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം കേട്ടപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് പിടിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോ നിന്നെപ്പോൾ ഒരു ആഭാസൻ എന്റെ കുട്ടിയെ ഏൽപ്പിക്കുന്നതിലും ഭേദം അവളെ അങ്ങോട്ട് കൊന്നു കളയുന്നതാ. ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെന്താ, ചെയ്ത തെറ്റിന് പ്രതിഫലം. ഇതെന്റെ അവകാശമാ. ഞാൻ പഴപ്പിച്ച പെണ്ണിന് എനിക്ക് എന്നെ വേണം. ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ടായിരിക്കും. ನಿಜ ಏನಂದ ನನಗೆ ನಿಮಗೆ ಗೊತ್ತು. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ ನಾನಿല്ലെന്ന് ಹೋಗಿರದು. ನಾವು ಇನ್ನ ಬರ್ತೆ. ജാഗ്രത. ഇതെന്നാടാ? കന്നഡ. അവൾക്ക് മനസ്സിലാവും. കന്നഡ? മാവ് കാണുമ്പോഴാ കൊറേ കാലായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല, ഒന്നുകൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിന്റെ കാര്യം അന്വേഷിക്കില്ലല്ലോ എന്റെ പണി. എന്താ ചൂട്? എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് എന്താ ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട് ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയണോ? കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ച അല്ലേ? ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചന. നാട് മുടിക്കുന്ന മന്ത്രിമാർക്കില്ല എത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാരിപ്പം മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ. വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹ വില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ. എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ. പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് വെട്ടിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ.
എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പ് പഠിച്ച. അല്ല, ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ടല്ലേ വന്നേ. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി, എനിക്ക് തരണ്ടായോ? ഒപ്പ് പഠിച്ചേരാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ അനുപമയെ നശിപ്പിച്ച ആളല്ലേ? അയ്യോ, അപ്പൊ എന്റെ ഫാനാണല്ലേ? ഏത് കറിക്ക് അരക്കുന്നത്? പുളിശ്ശേരിക്ക്. അയ്യയ്യേ, പുളിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. ഈ കറിക്ക് അരക്കുമ്പോഴേ ഈ ദേഹം മുഴുവൻ ഇങ്ങനെ ഗ്ലങ്ക് ചിക്കൻ ആടുന്നില്ല. കൈ മാത്രം ഇങ്ങനെ ആടിയാ പോരെ. ഞാനാ സേനൻ. എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേർ ഇതിലപ്പുറവും ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേർ. അത് തന്നെ. ഇവിടുത്തെ പെണ്ണിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. പിന്നെ പെണ്ണിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? തലകറക്കോ വല്ലതും? പച്ചമാങ്ങയും പുളിയൊക്കെ ചോദിച്ചു കാണുമല്ലോ. ഷർദല്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സമയത്ത് പൂക്കുലാതി ലേഹ്യം വളരെ നല്ലതാ. ഈ ജീപ്പ് വക്കീലേ, ഇതാരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ, അല്ലെ വരണ്ട. അരപ്പ് മതിയായോ നോക്കി. സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗതരയോ കൊടുകൈ? നിനക്കൂടെ എന്താ കാര്യം? ഞാനേ ഈ അരപ്പിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ലല്ല, ഗ്രൈൻഡർ. മുളവ് നിന്നോട് പടി ചവിട്ടെന്ന് പറഞ്ഞിട്ടില്ല. പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ അങ്ങോട്ട് വന്നത്. അരപ്പ് മതിയെങ്കിൽ നിങ്ങളുടെ കോരി ഇവനൊന്നും നോക്കിയാ നീ എല്ലാം നശിച്ചു പോകും. പോടാ വെളിയില്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊന്നുകളയും ഞാൻ. എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ മാവുകളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുക. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഇനി എത്ര ആഗ്രഹിച്ചാലും തനിക്ക് മാവ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ വിറ്റുപോയി. സോറി. ഓഹോ, പോയാ മാവ് കോയാ? തർക്കം വേണ്ട വക്കീലേ. ഈ മാവൊക്കെ പൊന്നും വില കൊടുത്ത് നമ്മൾ മേടിച്ച ഈ സാറിന് വേണ്ടി. എന്റെ പണിക്കാരനാ. ഞാനൊരു മാവ് കച്ചവടക്കാരനൊന്നുമല്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു രസം. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. തൽക്കാലം ഞങ്ങൾ ഈ മാവുകൾ വിൽക്കുന്നില്ല. അഡ്വാൻസ് മേടിച്ചിട്ട് വാക്ക് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ. വാക്ക് മാറ്റിയ നാക്ക് കാണില്ല. അയ്യോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം പ്രശ്നത മാവ് തന്നെ. ഞാൻ ആഗ്രഹിച്ച മുതലായത്. അതല്ല ഇതും കൊണ്ടേ ഞാൻ പോകൂ. അതിനു മുമ്പ് തന്നെ പോലീസുകാർ. അതുകൊണ്ടല്ലേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഏത് എഗ്രിമെന്റ്? ഇതാ ഈ എഗ്രിമെന്റ്. വായിച്ചു കൊടു സേന. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ. 2004 ജൂൺ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം മേനോൻ മഠത്തിലെ പരേതനായ രാഘവൻ നായരുടെ മകൻ അച്യുതൻ നായരും, അതായത് ഈ ചങ്ങാതി, അടയ്ക്കാപ്പറമ്പിലെ കേശവൻ നായരുടെ മകൻ ചന്ദ്രസേനും, അതായത് ഞാൻ, ചേർന്നുണ്ടാക്കിയ തടിവിൽപ്പന കരാർ. മഠത്തിന്റെ വടക്കിഴക്കേ മൂലയിലുള്ള 4 മാവ് 23,500 രൂപയ്ക്ക് രണ്ടാം കക്ഷിക്ക് താഴെ പറയുന്ന പ്രകാരം തീർു കൊടുത്തിരിക്കുന്നു. കഴുത്തറപ്പം വിലയായി പോയില്ല കാരണവരെ. മേൽപ്പറഞ്ഞ മാവുകൾ 6 മാസത്തിനകം വെട്ടിക്കൊണ്ടുപോയാ മതി. മാവിന്റെ വേര് മുതൽ തല വരെ മേടിച്ചാളിന്റെ അവകാശമാണ്. തായ്വേര് വീടിന്റെ അടിത്തറ ഇളക്കുമല്ലോ വക്കീലേ. തീർന്നില്ല. മാവിന്റെ തണലിൽ വിശ്രമാവകാശം, മാവിന്റെ പൂർണ്ണ ശുശ്രൂഷാവകാശം, മാവിന്റെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ അതിനകത്തൊരു മുറി. അപ്പൊ പിന്നെ വീട്ടിനകത്തും കയറാം. പിന്നെ കുട്ടിയുടെ മുറി ഫ്രീ ആയിരിക്കോ? കുറച്ച് മാങ്ങ പഴിപ്പിക്കാൻ വെക്കാനാ. വക്കോലിട്ട് ചാക്കിട്ട് മൂടി തീയിട്ടിട്ട് ഇങ്ങനെ. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്താണോ വക്കീല് എന്ത് ഇതൊക്കെ വായിച്ചു നോക്കാതെ ആണോ താൻ ഒപ്പിടിച്ചത്? മുത്തച്ഛ, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. ഈ കരാറ് പ്രകാരം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് ഞാൻ ഈ വീടിന്റെ കോർണർ ടു കോർണർ കയറി ഇറങ്ങി കുട്ടിയുടെ ബെഡ്റൂമിലെ കട്ടിലിൽ കയറി നിരങ്ങി പൂണ്ട് വിളയാടില്ലേ ഞാൻ. അയ്യോ, ഈ സമയത്ത് ദേഹം ഇട്ടിങ്ങനെ ഒലക്കരുത്. പോയി റെസ്റ്റ് എടുക്കൂട്ടി. ഈ സമയത്ത് ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് ജംഗിൻ സുപ്രീം കോടതി. ഹലോ മോളെ. മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ?
അനുപമ ഒരു വാക്ക് പറഞ്ഞാ മതി. ബെൽറ്റ് പോകുമ്പോ അവനെ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി, മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരാശ്വാസം കിട്ടിയേനെ. എങ്കിലും എന്റെ വീട്ടിൽ വന്ന് നിന്നോളൂ. അനുവിനൊരു മുൻപരിചയം ആവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. ഏയ് മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലപ്പെടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും, ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും തനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1. നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-നാ കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഏയ് മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. അച്ഛാ, അവളുടെ ജോലി നഷ്ടപ്പെടണം, അവൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം, അത്രയല്ലേ വേണ്ടൂ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്തോ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിലൊരിക്കും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ. ഹലോ, ചെങ്കീരി ദാസപ്പനല്ലേ? അതെ, ഞാൻ വിക്രം ദാദാ.
എന്റെ ക്ലോസ് ആണ്. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ എന്നല്ല, ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പറയാം. എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ള ഒറ്റ അത്യാഗ്രഹം കൊണ്ടാ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ അവൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ നിരത്തി. അതുകൊണ്ട് താറുമാറായതേ നമ്മുടെ 3 പേരുടെയും കുടുംബജീവിതം. ഇപ്പൊ അവള് ജയിച്ചു, നമ്മളൊക്കെ അവളുടെ മുമ്പിൽ വെറും എന്തായാലും അവള് ജോലിക്ക് പോരുത്. സമയത്തിന് എയർപോർട്ടിൽ എത്താനും പാടില്ല. അവൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ട് പോയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞേ വിടാവൂ. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ആടിച്ച് നിരത്തിയേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. ഈ തട്ടിക്കൊണ്ടുപോലെ പരിപാടിക്ക് പറ്റിയ ശിഷ്യന്മാരൊക്കെ എന്റെ കയ്യിലുണ്ടെന്നേ. 100% ഞാൻ അവളോടൊപ്പം വണ്ടിയിലുണ്ടാവും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് വേണം അവളെ കൊണ്ടുപോകാൻ എന്ന് കരുതി എന്റെ മർമ്മത്തിനിട്ട് താങ്ങരുത്. വെറുതെ ആക്ഷൻ മതി, ഞാൻ തോറ്റു തന്നോളാം. വെറുതെ അയ്യേ അതല്ല, പുലിപാല് പിടിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ തന്നെ കൂടെ കൂട്ടാത്തത്. വണ്ടി ഏതാ? KL7B 2332. ക്രീം കളർ അംബാസിഡർ ആണ്, സ്വന്തം വണ്ടിയാ. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ, മനസ്സുണ്ടായിട്ട് പറഞ്ഞയക്കണല്ല, മോളെ എന്നും ഈ മുത്തച്ഛനെ വിളിക്കണം. സമയം പോണു. നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടന്റെ മോനോട് പറ. എന്റെ മകൻ ഡോക്ടറാ, നീ അവിടെ നിൽക്കാ. എന്നാ ചേട്ടൻ തന്നെ എടുത്തു വെക്കേ. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, ഒന്ന് വേഗം പെട്രോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ, നമസ്കാരം. മാവേ? അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറിക്കില്ലേ? മാറി നിന്നോ, അല്ലെങ്കിൽ തലേ വീഴും. കാമഡി കാമഡി. ചെല്ല് ചെല്ല്, എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. വാ വാ വാ. എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര, ഒന്ന് മാറിയിരുന്നെങ്കിൽ. മാവ് ഇവിടെ തന്നെ ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല, അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ. കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി. അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ, ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാട് വല്ലേ വിക്രമ. എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തെറ്റി. അയ്യോ അയ്യോ, ജീപ്പിൽ പോണ്ട, അത് ശരിയാവൂല. എന്ത് ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടിയുടെ താൻ ചെയ്ത കുറ്റല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. പോയാ ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ 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 വാ. ഹലോ, ചെങ്കിരി ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി, അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, വക്കീലേ വരുന്നേ. കോയങ്ങട് ഇറങ്ങുക. ഇറങ്ങടോ. താനങ്ങട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല അല്ലേ? അതെ അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അങ്ങോട്ട് കയറോ. അല്ല, അങ്ങോട്ട് കയറോ. ഇത് കയറോ. വിക്രമാ വിക്രമാ വിക്രമാ, എല്ലാം ദൈവനിശ്ചയം. വിക്രമാ, അയ്യോ വിക്രമാ. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ, ചായ 168, അതായത് ചായ 168. ഓ, ഇവിടെ തന്നെ വണ്ടി എടുത്ത്. കമോൺ. വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും.
നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാന്തര അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ, എന്റെ കർത്താവേ മാമ്പഴമാകട്ടെ നീ, എന്റെ ഈശോയേ മാമ്പഴമാകട്ടെ നീ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്നാ എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയാ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. ഇരിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി, ഞാൻ അഭിനയിച്ചോളാം. എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുപമയെ അവരെ കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. ഇതെന്തു പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ? അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവന് പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് ചെയ്യും. നിർത്തൂ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അത് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമം. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സണ്ണിച്ച, തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം.
ആലോചിച്ചേക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ്. സാറി വാതിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേനൻ, ചന്ദ്രസേനൻ, കോച്ചല്ലേ. ക്യാച്ച്. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ച. ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്ക് എന്താ എത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് ഇത് എന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. ആ മോളെ ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. ആ പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കെ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാവുള്ള റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ. എല്ലാം ഓക്കെ. ചവിട്ടരുത്. കുറ്റം ചന്ദ്രസേന്റെ തലയിലുമായി. ഇതാ ഇതെന്താ? പാതി. ഈ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറെ ചതിക്കില്ല. 50-50. അനുപമയുടെ അവളുടെ ശല്യം തീർത്തു. കൊന്നു? ഇല്ല, വിറ്റു. കണക്ക് തീർത്ത് ചെങ്കീരി അനുപമയെ ബോംബെക്ക് കൊണ്ടുപോയി. ചുവന്ന തെരുവിൽ ഒരു മലയാളി കൂടി അതിന്റെ ഷെയർ ആയത്. എടാ ദ്രോഹി, എനിക്ക് അവളുടെ ജോലി കളയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശോഭിക്കാതിരിക്കൂ. സംഗതി ഒരു കുഞ്ഞും അറിയില്ല. വക്കീൽ പറഞ്ഞതുപോലെ പ്രതി നമ്മളാണെങ്കിലും ശിക്ഷ ചന്ദ്രസേനെ കിട്ടൂ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നിന്നെ പോലീസ് പോയിട്ടു. എവിടെ അനുഭവം? ഞാൻ പറയാം. പോയി നോക്കടാ. വണ്ടി നിർത്താൻ പറയടാ. പറയടാ. വാ. ഒരു ജോലിക്ക് വേണ്ടി നീ കാട്ടിക്കൂട്ടിയ പേക്കൂത്തിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയത്. എന്തായാലും ജോലി പോയത് നന്നായി, അല്ലെങ്കിൽ നിന്റെ അഹങ്കാരം മാനം മുട്ടിയന്.
ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയൊക്കെ വില അങ്ങേയറ്റം വരെ പഠിച്ചാലും നിനക്കൊന്നും മനസ്സിലാവില്ല കുട്ടി. ഇതൊക്കെ നിന്നോട് പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇറങ്ങിറങ്ങ്. സൗകര്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് സുരക്ഷിതയായി തിരിച്ചെത്തിയെന്ന്. നടന്നത് ഡീറ്റെയിൽ ആയി തന്നെ എഴുതിക്കോ. ആ വക്കീൽ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്. ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസേട്ടാണെങ്കിൽ എനിക്ക് എന്താ? പോ. താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിൽ ഒരു പാതിയെങ്കിലും ആണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. ഹാപ്പി? ഹാപ്പിയാ. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എന്റെ സ്വഭാവം മാറ്റാ, അല്ലെങ്കിൽ രൂപം മാറ്റാ. നീ കാരണം ഇനി എന്റെ ഭാവി അളിയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടിച്ചു കൂമ്പ് കലക്കും ഞാൻ. ഇനി എന്നാ കലക്കാനാ? എന്തോടോ? ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. ഹലോ. അനുപമ. എന്നോട് ആകെ ദേഷ്യമായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശേല് തന്നെ. വിജി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? എനിക്ക് കേൾക്കണമെന്നില്ല. എന്താ വിജി? ഞാൻ അപരാധിയാ. അപരാധിയാണെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ നിരപരാധിയാന്നാ പറഞ്ഞത്. വെക്കില് നേരം ഒഴുങ്ങിപ്പോയതാ. എന്നെ വിശ്വസിക്കണം. എനിക്കും ആ പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ല. നിനക്കെന്താ വേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞും ഇല്ലാതെ ഞാൻ പോവില്ല. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റൊരുത്തേയും കൊണ്ട് പുന്നാരിച്ച് നടക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നടാ ഈ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച്? അച്ഛൻ ഇയാളുടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാണ്ട് വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യും. പോടാ വെളിയിലെ. അച്ഛാ, പോകാനാ പറഞ്ഞത്? എന്റെ നിന്നോടാ പോകാൻ പറഞ്ഞത്. കാശ് കൊടുത്ത നിന്നേക്കാൾ നല്ലൊരു ബന്ധത്തെ മോക്കുണ്ടാക്കാൻ എനിക്ക് കഴിയും. എന്നാലും എന്നാ സംശയാ മോളെ ഇത്? ഈ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കുകയല്ല. സോറി, അന്ന് ഞാനങ്ങ് ശരിക്കും വിശ്വസിച്ചു പോയി. എങ്കിലാ പ്രശ്നങ്ങൾ അവസാനിപ്പിക്ക്. ലാണ്ട് ഇങ്ങാട് ഉറം തന്നെ. അയ്യടാ, പോ. അപ്പുറത്ത് എല്ലാരും മനസ്സമ്മതം ഉറപ്പിക്കാൻ കാത്തിരിക്കുക. നമ്മുടെ സണ്ണിച്ചന്റെ ചായയുള്ള ആ കാലമടലിൽ ഇദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കത്തില്ലായിരുന്നു. അവനിട്ട് ശരിക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ എടുത്ത് സാറ് എന്നാ ഇടിയായിരുന്നു അറിയാമോ? അത് തനിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ പറഞ്ഞു കേട്ടണ്ടേ.
എന്തൊക്കെയായാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം നടത്താം. 10-ാം തീയതി കല്യാണം. ഞങ്ങള് റെഡി. ആ തെമ്മാടി ചന്ദ്രസേനൻ കാരണ തന്റെ ലൈഫ് ക്ലിയർ ആയത്. ഹലോ, ആ പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ആരാ? ചന്ദ്രസേവിയർ ഫ്രണ്ടാ. കാറ്റും കോളും ഒക്കെ പോയടാവേ. എന്റെ മനസ്സമ്മതം ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. വാവ്, കൺഗ്രാചുലേഷൻസ്. പിന്നെ എന്നോട് മേനോമഠത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക അനുപമയുടെ കാര്യത്തിന്. അപ്പൊ തിരിച്ചു ഒരു കൺഗ്രാചുലേഷൻസ് ഉണ്ട് കേട്ടോ. വിട്ടുകളയണ്ട. പക്ഷെ ഞാൻ പോണത് കല്യാണം ആലോചിക്കാനൊന്നുമല്ലല്ലോ. ചെയ്ത ദ്രോഹത്തിന് അവൾക്കിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ, പിന്നെ ഞാൻ ഈ മീശയും പിരിച്ചു കിടന്നിട്ട് എന്താണ് കാര്യം? നാട്ടിൽ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് അറിഞ്ഞാൽ തിരക്കില്ലായിരുന്നു. ഹലോ, പറയണം. ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്. നന്നായി. ആദ്യം എതിർത്തെങ്കിലും മുത്തശ്ശൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. അത് വളരെ നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ ആം സോ ഹാപ്പി. എന്നാലേ മോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആവണ്ട. ഈ ഉലകം മുഴുവൻ സ്വന്തം ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ച അതിസാമർത്ഥ്യക്കാരിയായ അനുപമയും ഞാനും തമ്മിലുള്ള കല്യാണം എനിക്ക് സൗകര്യമില്ല. സേനൻ? അതെ, സേനൻ തന്നെ. നീ വേറെ ആളെ നോക്ക്. എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സേനൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നുണ പറയരുത്. നോണ പറയുന്ന ശീലം എനിക്കില്ല, പക്ഷെ നിനക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല. നല്ലോണം അറിയാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ മടിയും മനസാക്ഷിയും ഇല്ലാത്ത ഒരു യക്ഷി. ഇനി ഈ കാര്യം പറഞ്ഞ് മേലിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. മിസ്റ്റർ ചന്ദ്രസേനൻ, എന്നെ തോൽപ്പിച്ചൊന്നും കരുതണ്ട. ഞാനല്ലാതെ ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്കുണ്ടാവില്ല. നോക്കിക്കോ. നമുക്ക് കാണാം. ആ പൂതിങ്ങ മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറ്റി മോളെ? ഏയ്, പേടിക്കാനൊന്നുമില്ല. പട്ടി പുല്ല് നിന്നാലും ഇതുപോലൊക്കെ ഉണ്ടാവും. ആയുർവേദത്തിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ. മിക്സ് ചെയ്യണ്ട. ആ അസുഖം ഞാൻ കണ്ടുപിടിച്ചു. ഓ, ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഞാനും കണ്ടുപിടിച്ചു. എന്താ? ഗ്യാസ്. ഗ്യാസ്? എന്താടി അവൾക്ക്? ഗർഭം. ഗർഭം? നിന്റെ അമ്മയ്ക്ക്. എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയായിരുന്നു. അവളോട് ഇപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് എന്റെ കാര്യം. വാടാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എടി ഒരുമ്പിട്ടോളെ, നീ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടി. നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തില്ലേ? നിന്ന് മോങ്ങാതെ ആളാരാണെന്ന് പറ. അതവള് പറഞ്ഞല്ലേ, ആ ചന്ദ്രസേനൻ. അല്ലാതാരാ? ഇട്ടുമൂടാൻ സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അഭിമാനം പോയില്ലേ? സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നാ മതി. മോളെ, നിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ നിൽക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരു അച്ഛൻ വേണം. സേനന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ കൊന്നിട്ടായാലും നിന്നെ കൊണ്ട് കെട്ടി. ശവത്തിനെ ആരെങ്കിലും കെട്ടുവോ? ചേട്ടാ, കല്യാണത്തിന് മുമ്പ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് വേണം. കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന എഗ്രിമെന്റ് ആണോ? നിനക്ക് വിവരമില്ലേ? ഇത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യമാ. എന്തായാലും മേനോമഠത്തിൽ തന്തയില്ലാത്ത കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നമുക്കവനെ ഇന്ന് തന്നെ കാണണം. എന്നാ പറയാൻ ചേട്ടത്തി, ഇട്ടിച്ചായം വന്നില്ലായോ? പള്ളിയിലെത്തും. എന്നതാടാ ഇത്? നീ ഇതുവരെ ഒരുങ്ങിയില്ലയോ? ആളുകളൊക്കെ എത്തി തുടങ്ങി. അന്റെ അമ്മച്ചി കടുപ്പത്തിലൊരു ചായയും കൊണ്ട്. ഇപ്പൊ തരാവേ. നമസ്കാരം. ഓ, നീ ഇതിനിടയ്ക്ക് എവിടെ പോയിരുന്നു? ആശുപത്രിയില്. എന്താ, സുഖമില്ലേ? മൂത്രത്തിക്കല്ല. എന്താ പുതുമണവാളിന്റെ മുഖത്തൊരു പരിഭ്രമം?
ആഹാ, അപ്പോഴേക്കും നീ ഡ്രസ് മാറിയോ? ഇതാ ചായ. ഞാൻ ചായ കുടിക്കാറില്ല. ഇപ്പഴല്ലേടാ നീ ചോദിച്ചേ? ദിവസം 10 ചായെങ്കിലും കുടിക്കുന്ന ചെറുക്കനാ. ഇതാ പിടിക്കേ. എന്നത്തിനാടാ കണ്ണടാ? പവർ ഗ്ലാസ്സാ. ഓ, ഇത് വെച്ചിട്ട് വലിയ പവർ ഒന്നുമില്ല. ചെറുക്കൻ പൊട്ടക്കണ്ണനാണെന്ന് വല്ലവരും വിചാരിക്കും. ചെല്ല് ചെല്ല്. വേഗം വാ, ആരും കാണണ്ട. എന്നെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് പോലെ. അതുണ്ടാവും. നമ്മള് മുരട്ടകൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മുരട്ടകളാ? ഇരട്ടാന്ന് പറഞ്ഞ 2, മുരട്ടാന്ന് പറഞ്ഞ 3. അല്ല, നിനക്കെന്തൊരു വല്ലായ്മ? എന്നാ പറ്റി? ദാ ഇത് കണ്ടോ, മകളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു പറഞ്ഞ് അമ്മായിച്ചൻ എനിക്ക് അയച്ച ഡൈവേഴ്സ് നോട്ടീസാ. എനിക്ക് എന്റെ ഭാര്യയെ കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ വയ്യ. ഡോക്ടർ എന്നാത്തിനാ വിഷമിക്കുന്നേ? ആ അനുപമ വന്ന് ഡോക്ടറെ പെണ്ണുമ്പള്ളിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എല്ലാം ശരിയാവത്തില്ലയോ? അതിന് ഞാൻ ചന്ദ്രസേന്റെ വേഷത്തിൽ അങ്ങാടൊന്ന് പോകേണ്ടി വരും. എങ്കിൽ ഞാനും വരാം. പ്ലീസ്, അനുപമ എനിക്ക് ഒന്ന് കാണണം. അത് ഇന്ന് നടക്കുകയല്ല, 3 മണിക്ക് എന്റെ മനസ്സമ്മതമാ. അത് 3 മണിക്കല്ലേ? കേസ് നാളെ കാലത്ത് കോടതിയിലെത്തും. അതിനു മുമ്പ് എനിക്ക് വേണ്ടി എവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. അതിന് ഡോക്ടർക്ക് വിക്കില്ലേ? സംസാരിക്കാതിരുന്ന വിക്കില്ല. ഞാൻ പോയിട്ട് വരുന്നവരെ മിണ്ടാതിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം. അനുപമയോടെ? അവളെ എന്തിനാ വിളിക്കണേ? ആദ്യം നമുക്ക് ഇന്ന് കാര്യം സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? അവിടെ ചെല്ലുക, അവളെ അവിടെ നിർത്തുക. അവൾ എതിർത്താലോ? എതിർത്താൽ അവര് മേനോൻ മഠത്തിന്റെ തനി സ്വഭാവം അറിയും. ഇതെല്ലാരും കൂടി എങ്ങോട്ടേക്കുള്ള യാത്രയില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നു. എന്നാ മനസ്സമ്മതത്തിനോ? മനസ്സമ്മതോ? ആരുടെ? അല്ല, അത് എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കൊച്ചിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കൊച്ചിൻ കടന്ന് വന്നേ. നിങ്ങൾ കാരണം ഡോക്ടർ ആകെ പ്രശ്നത്തില. അയാളുടെ കെട്ടിയോള് വിവാഹബന്ധം വേർപെടുത്താണോ നോട്ടീസ് അയച്ചിരിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പാവം. ആദ്യം നമ്മുടെ പ്രശ്നം തീരട്ടെ. അതിന് നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നമുള്ളത്? ഞാനിവിടെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് ഇതിനെ വലിയ ഇഷ്ടമാണെന്ന്. ഇതൊന്ന് സോൾവ് ചെയ്യ്. എനിക്ക് ഉടനെ പോണം, അല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം ആകെ പ്രശ്നത്തിലാവുകയെ. അപ്പൊ എന്നോട് ഇന്നലെ ദേഷ്യപ്പെട്ടതോ? ദേഷ്യപ്പെട്ടെന്നോ? ഞാനോ? ഓ, അത് അപ്പത്തൊരു ചൂടിനങ്ങ് പറഞ്ഞു പോയതാ. മോളെ ക്ഷമിച്ചുകളാ. എന്നോട് അപ്പൊ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കാര്യം, അല്ലെങ്കിൽ ആ പാവത്തിന്റെ ഡൈവേഴ്സ്. എന്താ തന്റെ ഉദ്ദേശം? ഇല്ലാണ്ട് ഡോക്ടർക്ക് ചെറിയൊരു പ്രോബ്ലം. ഇത് ചെറിയ പ്രോബ്ലം അല്ല, വലിയ പ്രോബ്ലമാ. ഇവള് ഗർഭിണിയാണ്. ആണോ? കൺഗ്രാചുലേഷൻസ്. കർത്താവേ, ഗർഭോ? അതെ, താനിവളെ കെട്ടണം. അയ്യോ, ഞാനോ? താൻ കെട്ടിയില്ലെങ്കിൽ പിടിച്ചു നിർത്തി കെട്ടിക്കാൻ ഞങ്ങൾക്കറിയാം. പിടിച്ചു കെട്ടടാ ഇവനെ. കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. എന്നാ പെട്ടെന്ന് കെട്ടണം. അല്ല, അത് അത്ര പെട്ടെന്ന് നോക്കുകയല്ല. എനിക്ക് അമ്മച്ചിയോട് ചോദിക്കണം. അമ്മച്ചിയോട് ചോദിച്ചിട്ടാണോ നീ ഇവളെ? അയ്യോ, അത് ഞാനല്ല. എന്നാ റൈസാപ്പിൽ പോവാ. അനുപമേ, എങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇത്രയും ഒപ്പിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട. പറയും. ഇപ്പൊ രജിസ്റ്റർമാരെ നടത്താൻ ഒക്കുകയല്ല. ഈ എന്റെ അപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോ അമ്മച്ചി ഒരു നേർച്ച നേർന്നായിരുന്നു. എന്റെ കെട്ട് പള്ളിയിൽ, അല്ല കുടുംബ പള്ളിയിൽ, അല്ല കുടുംബ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയേക്കാമെന്ന്. എന്നാ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കല്യാണം നടത്താം. വണ്ടിക്കാര്. അല്ല, അത് പിന്നെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നാട്ടുകാരെയൊക്കെ വിളിക്കാതെ എങ്ങനെയാ? ഈ പാവം പെട്ടിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് പാവമെങ്കിൽ കൊന്നുകളയാലും ഞങ്ങൾ മടിക്കില്ല. മര്യാദക്ക് ഇന്ന് തന്നെ ഉള്ള കഴുത്തിൽ താലി കെട്ടണം. അല്ല, അത് ഞാനും. ഈ കുടുംബത്തിന്റെ മാനം നീ രക്ഷിക്കണം മോനെ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ സൽപ്പേര് നീ കളയരുത്. മേനോമഠത്തിന്റെ മാനം നഷ്ടപ്പെട്ട ഞാനും എന്റെ കൊച്ചുമോളും പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ നോക്കി നിൽക്കുന്ന കേരള വണ്ടിയിൽ? എന്നോട് കൂടിയാ പറഞ്ഞത്. വാ ഇവിടെ. കർത്താവേ, എന്റെ മനസ്സമ്മതം. വീട് കൊള്ളാലോ. ഒന്നുമില്ല, വാ. എന്റെ മിശിഹായേ, അമ്മയല്ലേ? ഇല്ലാണ്ട് അമ്മച്ചി. വേറെ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാട്ടോ അമ്മച്ചി.
അമ്മച്ചി ക്ഷമിക്കണം. മക്കളോട് ക്ഷമിക്കാനല്ലാതെ ഒരമ്മയ്ക്ക് വേറെ എന്താ കഴിയാ? വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിങ്ങൾ ഇരിക്കും, ഞാൻ അങ്ങടന്ന് പോയിട്ട് എന്നാ പിടിയാത്. കല്യാണം ഇന്ന് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. സേന എന്താ എടാ ഊേ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഇത് ശരിയാവില്ല. എന്ത്? കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കൊണ്ട് ചെറുക്കന്റെ വീട്ടിൽ വേണ്ടത് എവിടുത്തെ നാട്ടുകിടപ്പാ? കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ പിഴപ്പിക്കാന്ന് പറഞ്ഞാൽ എവിടുത്തെ നാട്ടുകിടപ്പാ? അതിന് ഉത്തരവാദി സേനല്ല. അതെനിക്കറിയാം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സേന. പറഞ്ഞ ഉമ്മ തല്ലുകൊള്ളും, പറഞ്ഞില്ലേ ബാപ്പാനെ പട്ടി കടിക്കും. ആരായി ഉമ്മ, ആരായി വാപ്പ? കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ ഭാരതിയമ്മ നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സേന ഞങ്ങളെ കൊണ്ട് കൊണ്ടുവന്ന്. ഞാൻ അങ്ങനെ നേർന്നത് നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നടന്നോട്ടെ. ഇവന്റെ കാര്യം എല്ലാം ഇങ്ങനെയാ, ഒന്നിനും ഒരു നേരും അറിയില്ല. കുറച്ചു മുമ്പേ ആരുടെയോ മനസ്സമ്മതത്തിന് പോണോന്നും പറഞ്ഞ് ഇറങ്ങിയവൻ ആ പെണ്ണിനെ കൊണ്ട് വന്ന് നിൽക്കുന്നത്. അത് നേരാ, മനസ്സമ്മതം 3 മണിക്കാ. ഞാൻ ചെന്നില്ലേ നടക്കുകയല്ല. പിന്നെ ഈ കല്യാണം നമുക്ക് എപ്പോ വേണേ നടത്താം, സമയമുണ്ടല്ലോ. പോരെ? പോരാ പോരാ. നീ എന്തായി പറയണത്? നീ അല്ലേ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? അമ്മച്ചി ഞാനും ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കുകയല്ല. നീ ഗോവ വെച്ച് നശിപ്പിച്ച പെണ്ണാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളെ ഇനിയും മടക്കി അയക്കുകയാണെങ്കിൽ എന്റെ ശവം നീ കാണേണ്ടി വരും. എന്നതാണോ കോവയോ? ഇനി രക്ഷയില്ല. ശങ്കരനുണ്ണി, നീ പോയി താലിയും മാലയും വാങ്ങിട്ട് വാ. ഞാനും വരാം. എനിക്കൊരു കൊന്തയും കുരിശും വാങ്ങണം. എന്തിന്? അല്ല അത് പിന്നെ എനിക്കൊരു ഷർട്ടും കൊണ്ടും വാങ്ങണം. അങ്ങനെയാണ് ഇവന്റെ കൂടെ ശങ്കരനുണ്ണി പോകണ്ട, മോഹനകൃഷ്ണൻ പോയാ മതി. അല്ല, അവന്റെ കൂടെ ആയിരുന്നു എനിക്ക് ആ വഴി പള്ളിയിലൊന്ന് കയറായിരുന്നു. വേണ്ട, നിങ്ങൾ ഒരുമിച്ച് പോയാ മതി. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. പള്ളിയിലച്ഛനും കപ്പിയാരും ബാൻഡ് സെറ്റും ഊത്തും ശിങ്കാരിമേളവും. എന്തിനെത്ര നേരത്തെ ഒരുങ്ങുന്നേ? എല്ലാരും ഒന്ന് എത്തിക്കോട്ടെ. എല്ലാരും എത്തി. പക്ഷെ മനസ്സമ്മതത്തിന് മസ്റ്റ് ആയിട്ടുള്ള ആളെത്തിയിട്ടില്ല. അതാരാ? താനെന്തൊന്നാ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി പുറത്തു പോകുന്നത്? ഓടാ, എനിക്ക് മുറി കയറി ശരിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് നിക്കുന്നേ. എന്നതാ ഇത്? ടെൻഷൻ മൂത്തുവിന് വിൽക്കും തുടങ്ങിയോ? പോയ കാര്യം എന്തായി? അനുപമ സമ്മതിച്ചോ? എന്ത് സമ്മതിച്ചോന്ന്? ആ ഡോക്ടറുടെ കൂടെ കൂടി തനിക്ക് വിൽക്കു തുടങ്ങിയോ? ഞാൻ ചന്ദ്രസേന. ഞാൻ കരുതി സണ്ണി ആയിരിക്കും. അപ്പൊ സണ്ണി എവിടെ? സണ്ണി തന്റെ വേഷത്തില് അനുപമയുടെ വീട്ടിൽ പോയിരിക്കുക. അത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും എന്റെ ഭാര്യ വിശ്വസിക്കുന്നില്ല. ഇനി അനുപമ പറഞ്ഞാലേ അവളുടെ തെറ്റിദ്ധാരണ മാറും. അതൊന്നും നടക്കണ കാര്യമല്ല. അവള് പറയില്ല. പറഞ്ഞില്ലെങ്കിൽ എന്റെ കുടുംബം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനൊരു വഴിയുണ്ട്. കുറച്ച് തന്റെ ഇടം ഉണ്ടായാൽ മതി. ഞാൻ തന്റെ ഭാര്യ ഒന്ന് കാണട്ടെ. എന്തിനാണാവോ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എന്റെ കുഞ്ഞു അതിന്റെ തള്ള ഇവിടെ ഉള്ളതുകൊണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു ബന്ധം തുടരാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ എനിക്കും താല്പര്യമില്ല. വിളിച്ചോണ്ട് പോകാനാ വന്നത്. പിന്നെ ഈ വക വക്കീൽ നോട്ടീസൊക്കെ കാണിച്ച പാവൻ ഡോക്ടർ. അല്ലല്ല, അതായത് എന്നെ വരട്ടാൻ നോക്കരുതെന്ന്. എവിടെ അവള്? വിജയ്. അവള് വരില്ലെന്ന് പറഞ്ഞില്ലേ? അത് തീരുമാനിക്കേണ്ട അമ്മായിച്ചനല്ല വിജയ്. ഓടാ. ഇത് എവിടെ പോയി കിടക്കണത്? വിജയ്, ഇവിടെ നിന്ന് കുറയ്ക്കണ്ട. കുറയ്ക്കണ്ടെന്നോ? അത് നിന്റെ അച്ഛനോട് പോയി പറ. ആരുടെ പിൻബലത്തിലാ ഇത്രയും ധൈര്യം കിട്ടിയത്? അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഇല്ല, നിങ്ങളെ പോലെ ഒരു ആഭാസന്റെ കൂടെ കഴിയാൻ ഞാനില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയും കുഞ്ഞും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വിളിക്കുമ്പോ പുറകെ വരുന്ന വാലാട്ടി പറ്റി അല്ലേ ഞാൻ? സോറി കുട്ടി. പോയി കുഞ്ഞിനെടുത്തോണ്ട് വാടി. അതെ, കിട്ടേണ്ടത് കിട്ടിയപ്പോ മോളോടുന്ന ഓട്ടം കണ്ടില്ലേ? ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പ്രായത്തിൽ മൂത്ത ആൾക്കാർ ആരെങ്കിലും തല്ലു? എന്റെ വിക്കൊക്കെ പോയോ? എന്റെ വിക്കൊക്കെ പോയിട്ടില്ല. ഇനി താൻ എന്റെ വീട്ടു പഠിക്ക വന്ന എന്തെങ്കിലും കിരുത്തരം കാണിച്ച ആട്ടിച്ച തന്റെ മുട്ടുകാലിയും തല്ലി കുടിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പെട്ടത്തലേ. അല്ല സാറേ, മനസ്സമ്മതം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടേക്ക് പോന്നു. അയ്യോ, അപ്പൊ അവരൊക്കെ മനസ്സമ്മതത്തിന് പോയോ? അപ്പൊ ഡോക്ടർ ഇതേതായി കുഞ്ഞ്? എന്റെ ഒന്നുമല്ല. അല്ല, അതെ, തൽക്കാലം പെങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. പെങ്ങളോ?
മാലയും പൂവും റെഡി. എന്തിനാ ചൊറിയാനാ? ഞാൻ ചൊറിഞ്ഞുതരാം. ലേശം കൂടി കീപ്പോട്ട് വലിയ ചൊറിച്ചിലാണല്ലോ. ആടെ കയ്യൊന്നും വിട്ടേ. മുങ്ങനാ മുള്ളാനാ. ഇനി വിവാഹം കഴിഞ്ഞിട്ട് മുള്ളിയാ മതി. അതെ ആണ്ട കിടക്കണം മുണ്ട് ഷർട്ടും. ആയി എന്നാ അവിടെ പോയി വാങ്ങിക്കാലോ. കൈ വിട്ടാലേ മേടിക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്റെ കൂടെ വന്നാൽ മതി. വിട്ടാ ശരിയാവില്ല. എനിക്ക് ഒരു 2 പാന്റ് ഷർട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം വാങ്ങിച്ചു തരുമോ? പിന്നെ ലാണ്ട കിടക്കുന്നു നല്ല പാന്റും ഷർട്ട്. അങ്ങാട് പോയിക്കേ. ലാണ്ട് അങ്ങാട് പോടാ. ഇത് നമ്മുടെ വിക്കൻ ഡോക്ടർ. വിളിക്കണം മണിയേട്ടനെ. ഹലോ, ഞാൻ പൂക്കടക്കാരൻ കൃഷ്ണൻകുട്ടിയാ. സാറിന്റെ മരുമോന്റെ കല്യാണമാണെന്ന് മാലയും പൊക്കെ മേടിച്ചോണ്ട് പോണത് കണ്ടു. ചോദിച്ചപ്പോ അങ്ങയുടെ കല്യാണമാണെന്നും പറഞ്ഞു. ഹലോ. താനിതുവരെ എവിടെയായിരുന്നു? ആ ഡോക്ടറെ കൊണ്ട് എല്ലാവരും പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. ഭർത്താവേ, ഞാൻ തന്റെ വീട്ടിലായിരുന്നു. എന്റെ വീട്ടില്. പിന്നെ തന്റെ അമ്മച്ചിക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലേ. ഇത് പിടിച്ചേ. അമ്മച്ചിക്കുള്ള മരുന്നാ. ഞാൻ വേഗം പള്ളിയിലോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയും. ഏട്ടനാ? അല്ല, വകയിലുണ്ടല്ലോ വക്കത്ത് അപ്പനായിട്ട് വരും. വണ്ടി എടുക്കണ ഉള്ളേ. സൂക്ഷിച്ചു മോനെ. കണ്ണാടി. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹായ്. ഹലോ സണ്ണി. ആശാനെ, എന്നാ പരിപാടിയത്? വഴിക്ക് കൊണ്ടാണോ വണ്ടി? അയ്യോ മണിയുണ്ട്. എന്റെ വ്യാകുല മാതാവി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല കേട്ടോ. ഭർത്താവളനെ ഉപദ്രവിക്കരുത്. ഉടനെ പള്ളിയിൽ എത്തില്ലെങ്കിലേ പെണ്ണിനെ ഡോക്ടർക്ക് ഉറപ്പിക്കും. ഇന്ന് എന്റെ മനസ്സമ്മതമാ. എനിക്ക് മനസ്സമാനം കിട്ടിയോ? നിന്റെ മനസ്സമ്മതം. മൈതാനം പോലത്തെ കഷണ്ടി. താങ്ക് യു സർ. മുംബൈ കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയത് നന്നായി. ഇന്ന് ചന്ദ്രസേനും അനുപമയും തമ്മിലുള്ള കല്യാണം. അത് മുടക്കണം. പെണ്ണിനെ ചെങ്കീരിക്ക് കൊടുക്കണം. ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല. സംസാ താൻ വിക്രം ദാദയാണോ വിക്രം മാമായാണോ? ആ പെണ്ണിനെ തന്നില്ലെങ്കിൽ രണ്ടിനെ തലവെട്ട ഞാൻ. അതിനൊന്നും മുതലണ്ട. ഈ കല്യാണം മുടക്കി പ്രതികാരം ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്നു. ഓക്കെ ഓക്കെ. വണ്ടിയിട്. അൽഫോൻസ, കുരിശിങ്കൽ കുര്യാക്കോസിന്റെ മകൻ സണ്ണി കുരുവിളയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. സണ്ണി കുരുവിള ഇപ്പൊ വരുവച്ചോ? കണ്ടംകുളത്തിൽ ഇട്ടൂപ്പിന്റെ മകൾ അൽഫോൻസയെ വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സമ്മതമാണച്ചോ? ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എന്റെ കർത്താവേ. അയ്യോ. On your mark. Set. 1 2 ഓടിക്കൂ. പോയി. നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലടാ ഊവേ.
ആ ചന്ദ്രസേന വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ആ ഓടിക്കോ. എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടോണ്ട് നീ വേറെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നാ ആ പെണ്ണിനെ ഞാൻ കെട്ടേണ്ടി വരും. എന്താ പ്രശ്നം? എന്താ സാറേ കാര്യം? അമ്മേ, എന്താടാ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റാൻ? നിനക്കെന്ത് പറ്റി? ഓ, എനിക്കൊന്നും പറ്റില്ല. പിന്നെ ആർക്കാ പറ്റിയത്? അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ആര് പറഞ്ഞു? അതാ കോടി കളർ ഷർട്ടും മുണ്ടും മതിയായിരുന്നു. നീ എന്തിനാ ഇതുപോലത്തെ ഡ്രസ് എടുത്തേ? ആഹാ, നല്ല താലിമാല. മരുന്ന് മാറി ഇതിനകത്ത് താലിയായോ? ഇവിടെ നിന്ന് ആർക്കെങ്കിലും കല്യാണം ഉണ്ടോ? അറിഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റി. മുങ്ങി, ചന്ദ്രസേന മുങ്ങി, എന്നെ പിടി വിട്ട് മുങ്ങി. എന്തായാലും ഞെട്ടാത്ത രഹസ്യമാണോ? അയ്യോ, എന്തിനാ എന്നെ തല്ലിയത്? നീ ഒന്നും ഞെട്ടാൻ. അതെ, എങ്കിലിനി വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അപ്പൊ ചെറുക്കൻ എനിക്കെന്താ വീട് മാറിപ്പോയോ? ഇത് നമ്മുടെ വീട് തന്നെയാ. ഇതെന്താ എല്ലാരും കൂടി ഇവിടെ? ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയാണല്ലേ? ആ പൂതിങ്ങ മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ നീ പറയണത്? നീ തന്നെയല്ലേ ഉടനെ കെട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാനോ? എടാ, ഈ ഗർഭിണിയായ പെണ്ണിനെ നീ ഇനിയും പരീക്ഷിക്കാണോ? അമ്മേ, ഇവൾക്ക് ഗർഭമില്ല, ഒരു പുണ്ണാക്കും ഇല്ല. ഞാൻ വേണമെങ്കിൽ തെളിയിക്കാം. നീ ഇവിടെ കരുത്തിയ താലി കെട്ടുന്നോ ഇല്ലയോ? തരാ തരത്തിന് വാക്ക് മാറ്റി പറഞ്ഞ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. അമ്മേ, പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. നീ ഇവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഗോവ കഥ നുണയോ നേരോ? പറയണം. നുണയാണ്. ആ, നീ ഗർഭിണിയാണോ? അല്ല, എന്നെ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോ ഭാഷയ്ക്ക് പറഞ്ഞു പോയതാ. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ നിന്നെ ഞാൻ സ്വീകരിക്കുന്ന എന്തായിരുന്നു ഒരു ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കരഞ്ഞു കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കൂന്ന്. മാപ്പ്. ഇനി മാപ്പൊന്നൊരു വാക്ക് പറയാൻ നിനക്ക് അർഹതയില്ല. കാര്യം അറിയാതെ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളെ വിഡ്ഢികള് ഭാരതേമ്യം മോനും ഞങ്ങക്ക് മാപ്പ് തരണം. കേറി വണ്ടിയില്. പറഞ്ഞത് കേട്ടില്ലേ? കേറാൻ. കല്യാണം വീട്ടുമുറ്റത്ത് എത്തിയിട്ട് മുടങ്ങി പോകുന്നത് കുടുംബദോഷ. തിരിച്ചു വിളിക്കടാ. ചെയ്ത തെറ്റിനൊക്കെ അവള് മാപ്പ് പറഞ്ഞില്ലേ? മനസ്സുകൊണ്ട് ഞാൻ അവളെ മരുമകളായിട്ട് സ്വീകരിച്ചു പോയി. വക്കീലോ? ഇവിടെ തൂക്കിയെടുത്ത് വണ്ടി കേട്ടേ. മുത്തശ്ശൻ, എങ്ങനെയുണ്ട് കളവ എന്റെ വില്ലങ്ങളി? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത് നീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഹലോ, വക്കീലല്ലേ? അടിക്കടാ, ഇവനെ അടിക്കടാ. എന്താ സാർ? ഐ ആം വിക്രം ദാദാ ഫ്രം മുംബൈ. ഓ, ദാദയ്ക്കിത് മതിയോ? നമ്മളെ ആരുടെ പക്ഷത്താ നിൽക്കണ്ടേ? അടി കൊള്ളാത്ത പക്ഷത്ത്. അപ്പൊ ഞാനോ? നീ മുങ്ങാൻ നോക്ക്. അത്രയ്ക്ക് ഭീരുവല്ല ഞാൻ.
അറിയാത്തവൻ. എടാ നീ അങ്ങോട്ട് ചെല്ല്. വേണ്ട വേണ്ട നീ പോണ്ട. സോറി. അയ്യോ നിക്കടാ അവിടെ, നിക്കടാ അവിടെ. അയ്യോ അയ്യോ അയ്യോ. ചന്തയും 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 ഡോക്ടർ ചന്തയും 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 താങ്ക്സ്. നിന്റെ സൗണ്ട് പോയിന്നാ? ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്നെ തല്ലുകൊളിച്ച ദുഷ്ട. ഉള്ള സൗണ്ടും പോയിന്നാ? ഞാൻ കുട്ടിക്കുന്ന കഞ്ഞിയില്ല ഇത് കല്ലിട്ടല്ല കണ്ണ് കൊച്ചേട്ടാ. കയ്യിലിരിക്കുന്ന കല്ലമ്പരിപ്പ് ഈ കല്ലത്തിൽ വേപ്പില്ല. കയ്യിലിരിക്കുന്ന കല്ലമ്പരിപ്പ് ഈ കല്ലത്തിൽ വേപ്പില്ല. നയിലിരുന്നരിക്കൊള്ളൂല്ല ചക്കവല്ലപ്പം താങ്ക്സ്. എന്നത്തിനാ എന്റെ ശബ്ദം തിരിച്ചെന്നില്ലേ? മണികണ്ട ആ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. ഞാൻ മുങ്ങിക്കൊള്ളിക്കുമ്പോ കുന്നിക്കൊണ്ട് എന്നെ പിക്കിയതാലാട്ടാ. ഞാൻ അറിഞ്ഞില്ലട്ടാ രാരീരാരോ അച്ഛന്റെ മോനല്ലട്ടാ. വാവോ വാവോ ആട്ടുതൊട്ടിലിൽ നിന്നെ കടത്തി ഉറക്കി ചവിട്ടി കൂട്ടി. അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം. അയ്യോ റെസ്റ്റ് എടുക്കുക. ഇത് കണ്ടിട്ടോ 3 പേരോ? ഒരു മാവിന് 3 ഉടമേ. ഇതിലേത് വാഹനാണ് പഠിച്ചോനെ ഒറിജിനല്? അല്ല ഇത് മാജിക്കാ. ഒന്നിനെ 3 ആക്കുന്ന മാജിക്.
നടക്കടാ